ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ സേദേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 42-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുബ്ജ അല്ലെങ്കിൽ ത്രിവക്ര അല്ലെങ്കിൽ സൈരന്ധ്രി എന്നൊക്കെ അറിയപ്പെടുന്ന കംസന് കുറിക്കൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ദാസിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ലീലയാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ധനുർയാഗം ഭഗവാൻ ദർശിക്കാൻ പോകുന്നതും ധനുർഭഞ്ജനം, അതാണ് രണ്ടാം ഭാഗം. അടുത്ത അധ്യായത്തിലാണ് കുവലയാപീഠവധവും മല്ലരംഗപ്രവേശവുമെല്ലാം. 43-ാം അധ്യായത്തിലാണ്. അതിലാണ് മല്ലന്മാരെയും വധിച്ച് കംസനെയും വധിക്കുന്നത്. കംസവധവും 43-ാം അധ്യായത്തിലാണ്. നമ്മൾ 42-ാം അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളെ കൊണ്ട് കുബ്ജാനുഗ്രഹം, കുബ്ജ എന്ന് പറഞ്ഞാൽ കൂന് ഉള്ളവൾ, കൂനിയായിരിക്കുന്നവൾ. ത്രിവക്ര എന്ന് പറഞ്ഞാൽ 3 വളവുള്ളവൾ. സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ ദാസി അല്ലെങ്കിൽ കുറിക്കൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ബ്യൂട്ടീഷ്യൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ 3 പേരിലും അറിയപ്പെടുന്ന അവളെ അനുഗ്രഹിക്കുന്ന ഭാഗവും തുടർന്ന് ധനുർയാഗ ദർശനവും നമുക്ക് വായിക്കാം. 42-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 42-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അദവ്രജൻ രാജപഥേന മാധവഃ സ്ത്രിയം ഗൃഹീതാംഗവിലേപഭാജനാം വിലോക്യ കുബ്ജാം യുവതീം വരാനനാം പപ്രച്ഛയാന്തീം പ്രഹസൻ രസപ്രദഃ. കാത്വം വരോരു ഏതദുഹാനുലേപനം കസ്യാംഗനേ വാ കഥയസ്വ സാധുനഃ ദേഹ്യാവയോരംഗവിലേപമുത്തമം ശ്രേയസ്തതസ്തേന ചിരാത് ഭവിഷ്യതി. സൈരന്ധ്രുവാച. ദാസ്യസ്മ്യഹം സുന്ദരകംസസമ്മതാ ത്രിവിക്രനാമാ ഹ്യനുലേപകർമ്മണി മദ്ഭാവിദം ഭോജപതേരതിപ്രിയം വിനായുവാം കോന്യതമസ്തദർഹതി. രൂപപേശലമാധുര്യഹസിതാലാപവീക്ഷിതൈഃ ദർശിതാത്മാ ദദൗ സാന്ദ്രമുഭയോരനുലേപനം. തതസ്തൗ അംഗരാഗേണ സ്വവർണേതരശോഭിനാ സംപ്രാപ്തപരഭാഗേന ശുശുഭാദേനുരഞ്ജിതൗ. പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ഫലം.
പദ്ഭ്യാം ആക്രമ്യ പ്രപദേ ദ്വ്യങ്കുല്യുത്താനപാണിന പ്രഗൃഹ്യ ചിബുകെ അധ്യാത്മം ഉദനീനമത് അച്യുതഃ സാ തദാ ഋജുസമാനാംഗീ ബൃഹത്ശ്രോണിപയോധര മുകുന്ദസ്പർശനാത് സദ്യോ ബഭൂവ പ്രമദോത്തമാ തതോ രൂപഗുണൗദാര്യസമ്പന്നാ പ്രാഹ കേശവം ഉത്തരീയാന്തമാകൃഷ്യ സ്മയന്തി ജാതഹൃച്ഛയാ യേ ഹി വീര ഗൃഹം യാമോ ന ത്വാം ത്യക്തുമിഹോത്സഹേ ത്വയോന്മദിതചിത്തായാഃ പ്രസീദ പുരുഷർഷഭ ഏവം സ്ത്രിയായാച്യമാനഃ കൃഷ്ണോ രാമസ്യ പശ്യതഃ മുഖം വീക്ഷ്യാനുഗാനം ച പ്രഹസൻ താമുവാചഃ യേഷ്യാമി തേ ഗൃഹം സുബ്രൂഃ പുംസാം ആദിവികർശനം സാദിതാർത്ഥോ അഗൃഹാണാം നഃ പന്ഥാനാം ത്വം പരായണം വിസൃജ്യ മാധ്യാവാന്യാതാം വ്രജന്മാർഗേ പണിക്പദൈഃ നാനോപായന താംബൂലസ്രഗന്ധൈഃ സാഗ്രജോർച്ചിതഃ തദ്ദർശനസ്മരക്ഷോഭാദാത്മാനം നാവിദൻ സ്ത്രിയഃ വിസ്രസ്തവാസക്കബരവലയാലേഖ്യമൂർത്തയഃ തതഃ പൗരാൻ പൃച്ഛമാനോ ധനുഷഹസ്താനമച്യുതഃ തസ്മിൻ പ്രവിഷ്ടോ ദദൃശേ ധനുർ ഐന്ദ്രമിവാദ്ഭുതം പുരുഷൈർബഹുഭിർഗുപ്തം അർച്ചിതം പരമർദ്ധിമത് വാര്യമാണോ നൃഭിഃ കൃഷ്ണഃ പ്രസഹ്യ ധനുരാദതേ കരേണ വാമേന സലീലമുദ്ധൃതം സജ്യം ച കൃത്വാ നിമിഷേണ പശ്യതാം നൃണാം വികൃഷ്യ പ്രബഭഞ്ച മധ്യതോ യഥേക്ഷുദണ്ഡം മദകര്യുരുക്രമഃ ധനുഷോ ഭജ്യമാനസ്യ ശബ്ദഃ ഖം രോദസീ ദിശഃ പൂരയാമാസ യം ശ്രുത്വാ കംസഃ ത്രാസമുപാഗമത് തദ്രക്ഷിണഃ സാനുചരാः കുപിതാ ആതതായിനഃ ഗ്രഹീതു കാമാ ആവവ്രുഹു ഗൃഹ്യതാം ബധ്യതാം ഇതി അതതാൻ ദുരഭിപ്രായാൻ വിലോക്യ ബലകേശവൗ ക്രുദ്ധൗ ധന്വന ആദായ സകലേ താംശ്ച ജഗ്നതുഃ ബലിം ച കംസപ്രഹിതം ഹത്വാ ശാലാമുഖാത് തതഃ നിഷ്ക്രമ്യ ചേരദുർഹൃഷ്ടൗ നിരീക്ഷ്യ പുരസമ്പദഃ തയോസ്തദൽബുദം വീര്യം നിശാമ്യ പുരവാസിനഃ തേജപ്രാഗൽഭ്യം രൂപം ച മേനിരേ വിബുധോത്തമൗ തയോർവിചരതോ സ്വൈരം ആദിത്യോസ്തമുപേയിവാൻ കൃഷ്ണരാമൗ വൃതൗ ഗോപൈഃ പുരാത് ശകടമീയതുഃ ഗോപ്യോ മുകുന്ദവിഗമേ വിരഹാതുരായ ആശാസദാശിശർദാ മധുപുര്യഭൂവൻ സംപശ്യതാം പുരുഷഭൂഷണഗാത്രലക്ഷ്മീം ഹിത്വേതരാന്നുഭജത ചകമേയനം ശ്രീഃ അവനിക്താംഗ്രിയുഗളൗ മുക്ത്വാ ക്ഷീരോപസേചനം ഊഷദുസ്താം സുഖം രാത്രിം ജ്ഞാത്വാ കംസചികീർഷിതം കംസസ്തു ധനുഷോ ഭംഗം ദക്ഷിണാം സ്വബലസ്യ ച വധം നിശമ്യ ഗോവിന്ദരാമവിക്രീഡിതം പരം ദീർഘപ്രജാകരോ ഭീതോ ദുർനിമിത്താനി ദുർമതിഃ ബഹൂന്യചഷ്ട ഉപയതാ മൃത്യോർദൗത്യകരാണി ച അദർശനം സ്വശിരസഃ പ്രതിരൂപേ ച സത്യപി അസത്യപിദ്വിതീയേ ച ദ്വൈരൂപ്യം ജ്യോതിഷാം തഥാ ഛിദ്രപ്രതീതിഃ ഛായായാം പ്രാണഘോഷാനുപശ്രുതിഃ സ്വർണപ്രതീതിർവൃക്ഷേഷു സ്വപദാനാം അദർശനം സ്വപ്നേ പ്രേതപരിഷ്വംഗഃ ഖരയാനം വിഷാദനം യായാന്നളതമാല്യേകഃ തൈലാഭ്യക്തോ ദിഗംബരഃ അന്യാനി ചേത്ഥം ഭൂതാനി സ്വപ്നജാഗരിതാനി ച പശ്യൻ മരണസന്ത്രസ്തോ നിദ്രാം ലേഭേന ചിന്തയാ വ്യുഷ്ടായാം നിശി കൗരവ്യ സൂര്യേ ചാദ്യ സമുത്ഥിതേ കാരയാമാസ വൈ കംസോ മല്ലക്രീഡാ മഹോത്സവം
ആനർച്ചുഹു പുരുഷാരംഗം തുര്യഭേര്യശ്ച ജഗ്നിരേ മഞ്ചാശ്ചാലങ്കൃതാ സ്രഗ്ഭിഃ പതാകാ ചൈലതോരണൈഃ തേഷു പൗരാജാനപദാ ബ്രഹ്മക്ഷത്രപുരോഗമാഃ യതോ ഭജോഷം വിവിശുഃ രാജാനശ്ച കൃതാസനാഃ കംസഃ പരിവൃതോ മാത്യൈഃ രാജമഞ്ച ഉപാവിശത് മണ്ഡലേശ്വരമധ്യസ്ഥോ ഹൃദയേന വിദൂയത വാദ്യമാനേഷു തൂര്യേഷു മല്ലതാളോത്തരേഷു ച മല്ലാസ്വലങ്കൃതാ ദൃപ്താഃ സോപാദ്യായാ സമാവിശൻ ചാണൂരോ മുഷ്ടികക്കൂടഃ ശലസ്തോ ശല ഏവ ച ത ആസേതുരുപസ്ഥാനം വൽഗുവാദ്യപ്രഹർഷിതാഃ നന്ദഗോപാദയോ ഗോപാ ഭോജരാജസമാഹുതാഃ നിവേദിതോപായനാസ്തേ ഏകസ്മിൻ മഞ്ച ആവിശൻ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ മല്ലരംഗോപവർണ്ണനം നാമ 40തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗ ഇന്ന് 899 എപ്പിസോഡാണ്. അടുത്ത എപ്പിസോഡ് 900. ഇന്ന് 899 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭഗവാന്റെ മധുരാപ്രവേശം അത് വളരെ വിശദമായിട്ട് കണ്ടു. കംസന്റെ അലക്കുകാരൻ, ഇത്തിരി ദുഷ്ടനായിട്ടുള്ള അഹങ്കാരിയായ ആ രചകനെ ഭഗവാൻ വധിക്കുന്നതും തനിക്കിഷ്ടമുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ബലരാമസ്വാമിയും മറ്റു ഗോപന്മാരുമെല്ലാം അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ എടുക്കുന്നതും പിന്നീടൊരു വായകൻ അഥവാ തുന്നൽക്കാരൻ്റെ അടുത്ത് ചെന്ന് അതെല്ലാം പാകത്തിനാക്കുകയും മറ്റ് അലങ്കാര തുന്നലുകളൊക്കെ ചേർത്ത് പിടിപ്പിക്കുകയും മറ്റു പലതരത്തിലുള്ളതായിട്ടുള്ള ശരീരത്തിൽ ആഭരണങ്ങൾ പോലെ ഭൂഷണങ്ങൾ പോലെ തുന്നൽക്കാരൻ പലതും തയ്ച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതെല്ലാം ധരിച്ച് തുന്നൽക്കാരനെ അനുഗ്രഹിച്ചതും അതിനുശേഷം പിന്നീട് ഒരു മാലാകാരൻ്റെ ഗൃഹത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്തുതിയും പ്രാർത്ഥനയും എല്ലാം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യങ്ങളും അതുപോലെ മരണാനന്തരം സാരൂപ്യം എന്നുള്ളതായിട്ടുള്ള മുക്തിയും കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിക്കുന്ന സാരൂപ്യം മറ്റേ തുന്നൽക്കാരനാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ശ്രിയം ച അന്വയവർദ്ധിനിയും വരം ബലം ആയുർ യശക്കാന്തിയും നിർജകാമ സഹാഗ്രജ. അദ്ദേഹം ആവശ്യപ്പെട്ടത് അചലാം ഭക്തി അഖിലാത്മനി ഭഗവതി, അതുപോലെ തൽഭക്തേഷു സൗഹാർദ്ദം ഭൂതേഷു ദയാം പരാം. ആവശ്യപ്പെട്ടത് എല്ലാം കൊടുത്ത് മറ്റ് എല്ലാ ശ്രീയെയും അദ്ദേഹത്തിന് വംശവൃദ്ധി ഉണ്ടാക്കുന്നതായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളെയും കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ അനുഗ്രഹ കഥകൾ കഴിഞ്ഞത് അടുത്ത അനുഗ്രഹ കഥയാണ്
കുബ്ജാനുഗ്രഹം. കുബ്ജ എന്ന സൈരന്ധ്രിക്ക് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹ കഥയാണ് 42-ാം അധ്യായത്തിൽ. അതിനെ തുടർന്ന് ധനുർഭഞ്ജനം, ധനുര്യാഗത്തിൽ ഭഗവാൻ ചെന്ന് ആ ധനുസ്സിനെ ഭഞ്ജിക്കുന്നു. അതിനെ തുടർന്ന് അവസാന ഭാഗത്ത് കംസൻ ഉറക്കമില്ലാതാവുന്നതും പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് മല്ലന്മാരെയൊക്കെ തയ്യാറാക്കുന്നതും മല്ല യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വായിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം കുബ്ജ അനുഗ്രഹം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദശമസ്കന്ധേ 24-തമോऽധ്യായഃ. ശ്രീശുക ഉവാച അദവ്രജൻ രാജപഥേന മാധവഃ സ്ത്രിയം ഗൃഹീതാംഗവിലേപഭാജനാം വിലോക്യ കുബ്ജാം യുവതീം വരാനനാം പപ്രച്ഛയാന്തീം പ്രഹസൻ രസപ്രദഃ. ശ്രീശുക ഉവാച അദവ്രജൻ രാജപഥേന മാധവഃ സ്ത്രിയം ഗൃഹീതാംഗവിലേപഭാജനാം വിലോക്യ കുബ്ജാം യുവതീം വരാനനാം പപ്രച്ഛയാന്തീം പ്രഹസൻ രസപ്രദഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ്. അതാ അനന്തരം. അനന്തരം എന്ന് പറയുമ്പോൾ ആ നാലാകാരനെ അനുഗ്രഹിച്ചതിന് ശേഷം എന്തുണ്ടായി? രാജപദേന വ്രജന്, രാജമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനായിട്ട് മധുരാപുരി ചുറ്റിക്കാണുകയായിരുന്നുവല്ലോ ഭഗവാൻ കൂട്ടുകാരുമായിട്ട് ബലരാമസ്വാമിയോടുകൂടി. അപ്പൊ അത് വീണ്ടും തുടരുകയാണ്. രാജപഥേന വ്രജന്, രാജമാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മാധവ, മാധവനാണ്, ലക്ഷ്മീപതിയാണ്. ലക്ഷ്മീപതിയായ ഭഗവാനെ സ്വീകരിക്കാൻ ലക്ഷ്മീദേവി ആ മധുരാപുരിയെ സർവ ഐശ്വര്യ പരിപൂർണമാക്കി കാത്തിരിക്കുകയാണ് അല്ലേ? ആ മധുരാപുരിയിലെ ഐശ്വര്യമെല്ലാം വർണ്ണിച്ചുവല്ലോ. അപ്പോൾ തന്റെ ഭർത്താവിനെ വരവേൽക്കാനായി ലക്ഷ്മീദേവി അവിടെ കാത്തിരിക്കും പോലെ അങ്ങനെയുള്ള ആ മാധവൻ, ഈ പ്രകൃതിയുടെ മുഴുവൻ നാഥനായ ഭഗവാൻ, ആ ഭഗവാനുണ്ടോ ആരോടെങ്കിലും എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സുഖത്തിനുള്ള ഇച്ഛ, ഒരപേക്ഷയും ഭഗവാൻ ആരിൽ നിന്നും ഇല്ല. അത് സൂചിപ്പിക്കാനാണ് മാധവ എന്ന് പറയുന്നത്. നിറകുടമാണ് ഭഗവാൻ, പൂർണ്ണനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ശ്രീപതിയായ ഭഗവാൻ വഴിയിൽ ഒരുവളെ കാണുന്നു അല്ലേ? ആരെയാ കാണുന്നത്? ഒരു സ്ത്രീയം. എങ്ങനെയുള്ള സ്ത്രീയം? ഗൃഹീത അംഗവിലേപഭാജനാം സ്ത്രീയം. അവൾ എങ്ങനെയുള്ളവളൊക്കെയാണ് എന്ന് വീണ്ടും പറയുന്നുണ്ട്. കുബ്ജാം യുവതീം വരാനനാം യാന്തീം എന്നും കൂടി പറയുന്നുണ്ട്. യാന്തി എന്ന് പറഞ്ഞാൽ യാനം ചെയ്യുന്നവൾ, ഗമിക്കുന്നവൾ. അപ്പോ എങ്ങനെയുള്ള സ്ത്രീയം? ഗൃഹീത അംഗവിലേപഭാജനാം. ഗൃഹീതം, ഗ്രഹിക്കപ്പെട്ടത്. എന്ത്? അംഗവിലേപം, അംഗവിലേപത്തിന്റെ ഭാജനം. ഭാജനം പാത്രമാണ്. എന്തിന്റെ പാത്രം? അംഗവിലേപനത്തിന്റെ പാത്രം. അംഗവിലേപനം കുറിക്കൂട്ട്, അംഗത്തിൽ വിലേപനം ചെയ്യാനുള്ളത്, ശരീരത്തിൽ പുരട്ടാനുള്ള പലതരത്തിലുള്ള ക്രീമുകൾ. പണ്ടത്തെ ക്രീമുകൾ ചന്ദനം, കസ്തൂരി, കുങ്കുമപ്പൂവ്, അങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സുഗന്ധ എന്താണ് പേസ്റ്റുകളാണ്. അപ്പോൾ അത് പല പാത്രങ്ങളാക്കി ധരിച്ചിട്ടുണ്ടാവും. വളരെ മനോഹരങ്ങളായിട്ടുള്ള സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ, കാരണം രാജാവിനുള്ളതായിട്ടുള്ള കുറിക്കൂട്ടുകളാണ്, കംസനുള്ളതായിട്ടുള്ള കുറിക്കൂട്ടുകളാണ്. അപ്പൊ അതിനെയൊക്കെ വിവിധങ്ങളായ പാത്രങ്ങളിൽ ധരിച്ചുകൊണ്ട് കംസന് മുഖത്ത് തേക്കാനുള്ളതുണ്ടാവും, ശരീരത്തിൽ തേക്കാനുള്ളതുണ്ടാവും, കൈകളിൽ തേക്കാനുള്ളതുണ്ടാവും, കാലിൽ തേക്കാനുള്ളതുണ്ടാവും, തലയിൽ തേക്കാനുള്ളതുണ്ടാവും. എല്ലായിടത്തും പ്രത്യേകം പ്രത്യേകം വിശിഷ്ട അല്ലേ? ഇന്ന് നമ്മൾ ഓരോ വീടുകളിൽ ചെന്നാൽ അവിടുത്തെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുമ്പിൽ പോയി കണ്ടാൽ മതി എന്തെല്ലാം തരത്തിലുള്ള ക്രീമുകൾ എവിടെയൊക്കെ തേക്കാനുള്ളത് എന്ന് കാണാൻ പറ്റും.
അപ്പൊ അതുപോലെ ഭഗവാനും ഇവിടെ കംസനും രാജാവാണ്. അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള കുറിക്കൂട്ടുകൾ, അതാണ് അംഗവിലേപ വാചനാം ഗൃഹീത്വ. അപ്പൊ അതിന് ഗൃഹീത അംഗവിലേപ വാചനാം എന്ന് പറഞ്ഞു. സ്വീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഗ്രഹിക്കപ്പെട്ട കുറിക്കൂട്ടുകളെ, അംഗലേപനങ്ങളെ പാത്രങ്ങളെ കയ്യിൽ ധരിച്ചിരിക്കുന്ന സ്ത്രീയെ. അവൾ എങ്ങനെയുള്ളവൾ? കുബ്ജ എന്ന് പറഞ്ഞാൽ കൂനുള്ളവൾ. അവള് നേരെ നടക്കാനുള്ള പ്രാപ്തിയില്ല അവൾക്ക് വളവുകളുണ്ട്, കൂനുണ്ട്, കുബ്ജയാണ്. 3 വളവുള്ള ത്രിവക്രയുമാണ് അവള്. അതിവിടെ പറഞ്ഞില്ലെങ്കിലും ഇനി എപ്പോഴെങ്കിലും പറയും. അപ്പൊ കുബ്ജയാണവൾ. അവൾക്ക് ഇടുപ്പിലൊരു വളവുണ്ട്, നടുവില് ഒരു വളവുണ്ട്, എന്ന് വെച്ചാൽ മാറിടത്തിന്റെ അടുത്ത്, മുതുകിന്റെ അടുത്തായിട്ടൊരു വളവുണ്ട്, കഴുത്തിന് ഒരു വളവുണ്ട്. അങ്ങനെ ഭഗവാൻ മനഃപൂർവ്വം ത്രിഭംഗി ലളിതാകൃതിയായി ഓടക്കുഴലൂതുമ്പോൾ 3 വളവോടുകൂടി നിൽക്കും. ഇവിടെ ഇവൾക്ക് പ്രകൃതിയ അവളുടെ കർമ്മബലം കൊണ്ട് വന്നു ചേർന്നതാണ്. അവൾക്കത് മാറ്റാൻ നിവൃത്തിയില്ല. സ്വേച്ഛയാണ്ടായതല്ല, അവളുടെ പാപം കൊണ്ട്, അവളുടെ കർമ്മബലം കൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു ആകൃതിയിലാണ് അവൾ ജനിച്ചത് എന്ന് പറയുക. അങ്ങനെയുള്ള ആ കൂനിയെ കണ്ടിട്ട് അവൾ യുവതിയാണ്, പ്രായമൊന്നും അധികമായിട്ടില്ല. വരാനനാം, അവളുടെ മുഖം വളരെ സുന്ദരമാണ്. ആനനം വരം ശ്രേഷ്ഠം. അപ്പൊ മുഖലക്ഷണം നല്ലോണം ഉണ്ട്. ആകെ അംഗവൈകല്യം മാത്രമേ കുഴപ്പമുള്ളൂ. മുഖം കണ്ടാൽ നല്ല ഐശ്വര്യമുള്ള, സ്ത്രീത്വമുള്ള നല്ലൊരു യുവതി. അപ്പോ അവളെ വിലോക്യ ഭഗവാൻ നല്ലോണം നോക്കി കണ്ടു. ആരായാലും നോക്കിപ്പോവും അല്ലേ? ഇപ്പൊ സാധാരണ ആളുകളാണെങ്കിൽ എല്ലാവരും മൈൻഡ് ചെയ്യില്ല. എന്തെങ്കിലും വിശേഷമായിട്ടുള്ള വേഷഭൂഷാദികളോ വൈകല്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പല രീതിയിൽ വേഷം ധരിക്കുന്നത്. ഇപ്പൊ ആമ്പിള്ളേരാണെങ്കിൽ തലയൊക്കെ വല്ല പ്രാന്തന്മാരെ പോലെ അല്ലെ, നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ പനമ്പഴം ചപ്പിയ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ചറപറാന്ന് കുറെ ഇടുക, അല്ലെങ്കിൽ കുറെ നീട്ടി വളർത്തിയിട്ട് സ്ത്രീകളെ പോലെ തോന്നിക്കുന്ന പഴയ കാലത്തെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ പുരാണ കഥാപാത്രങ്ങളൊക്കെ നീട്ടി വളർത്തിയിരുന്ന പോലെ തലമുടിയൊക്കെ വളരെ നീട്ടി വളർത്തിയിട്ടുള്ള പുരുഷന്മാര്, പലതരത്തിലുള്ള അവരുടെ വസ്ത്രധാരണങ്ങള്, ആഭരണങ്ങളുടെ പലതരത്തിലുള്ളതായിട്ടുള്ള ധാരണങ്ങള് അല്ലേ, കൈ മുഴുവൻ പലതരത്തിലുള്ള ചരടുകളും ഒക്കെ നിറച്ച് കൈ മുഴുവൻ ഒഴിവേ ഇല്ല പലർക്കും. അതുപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയുക, പച്ച കുത്തുന്നത്, ടാറ്റു. ഇപ്പൊ ചില ആളുകൾ ശരീരം മുഴുവൻ ടാറ്റു ആണ്. ഇതൊക്കെ എന്തിനാ? മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരുടെ വേഷഭൂഷങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും ഇത് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ സുഭാഷിതങ്ങളിൽ പഴഞ്ചൊല്ലുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഗഡം വിത്വ മാതരം താടിത്വ, പടം ചിത്വ എന്ന് വെച്ചാൽ അവനവന്റെ വസ്ത്രം കീറിയിട്ടോ അമ്മയെ തല്ലിയിട്ടോ കൊട ഉടച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റാനായിട്ട് പണ്ട് തൊട്ടേ ആളുകളുടെ ശ്രമമുണ്ട് എന്ന് പറയും. അതാ ഞാനിവിടെ ഉണ്ട്, എന്നെ എല്ലാവരും ശ്രദ്ധിക്കും എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പൊ അതുപോലെ ഇന്നത്തെ വേഷക്കാര്, അപ്പൊ അതുപോലെയുള്ള വൈകല്യമുള്ളവരോ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുള്ളവരെയൊക്കെ കണ്ടാലാണ് സാധാരണ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുക. അല്ലാതെ നോർമലായിട്ട് ഒരാൾ പാന്റും ഷർട്ടും ഇട്ട് പോകണു, അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് പോകണു, ജുബയും മുണ്ടും കൊടുത്തിട്ട് പോകണു, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ചുരിദാറോ സാരിയോ ധരിച്ചിട്ടൊരു സ്ത്രീ പോകണു, മര്യാദക്കാരിയായിട്ട് പോയാൽ ആരും നോക്കില്ല. അപ്പൊ ഇന്ന് അത് സമ്മതമല്ല നമുക്കൊന്നും അല്ലേ. എല്ലാവരും നമ്മളെ നോക്കണം, ഇത്തിരി സ്പെഷ്യലായിരിക്കണം. അപ്പൊ അങ്ങനെ അതാണ് അവളെ കണ്ടിട്ട് വരാനനാം വിലോക്യ യാന്തീം വിലോക്യ, അങ്ങനെ കടന്നു പോകുന്നവളായി അവളെ കണ്ടിട്ട് രസപ്രദ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആനന്ദം നൽകുന്നവനാണ് എല്ലാവർക്കും. രസത്തെ നൽകുന്നവനാണ്, നർമ്മം നൽകുന്നവനാണ്, ഹാസ്യം നൽകുന്നവനാണ്, എല്ലാം കൊണ്ടും രസം നൽകുന്നവൻ.
അപ്പൊ കാണുന്നവർക്കൊക്കെ രസം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു തമാശ പോലെ പ്രഹസൻ പപ്രച്ച, പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അവളോട് പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്ക് ഭഗവാന്റെ ആ ചേഷ്ട പല രീതിയിൽ തോന്നാം, ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ച്. ചിലർക്ക് ഭഗവാൻ പരിഹസിക്കുന്നതായിട്ട് തോന്നാം, ചിലർക്ക് ഭഗവാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ കരുണയോടെ കൈകാര്യം ചെയ്യുന്നതായിട്ട് തോന്നാം. ഓരോരുത്തരുടെയും മനസ്സിരിപ്പ് എങ്ങനെയാണോ, സ്വഭാവം എങ്ങനെയാണോ അതുപോലെ തോന്നുന്ന രീതിയിൽ എല്ലാവർക്കും രസം കൊടുക്കുന്ന ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു. എന്താ ഭഗവാന്റെ ചോദ്യം? കാത്വം വരോർവേദദുഹാനുലേപനം കസ്യാംഗനേ വാ കഥയസ്വ സാധുനഃ ദേഹ്യാവജോരംഗവിലേപമുത്തമം ശ്രേയസ്തദസ്തേന ചിരാത് ഭവിഷ്യതി. കാത്വം വരോർവേദദുഹാനുലേപനം കസ്യാംഗനേ വാ കഥയസ്വ സാധുനഃ ദേഹ്യാവജോരംഗവിലേപമുത്തമം ശ്രേയസ്തദസ്തേന ചിരാത് ഭവിഷ്യതി. ഭഗവാൻ അവളെ സംബോധന ചെയ്യുന്നത് തന്നെ കാത്വം വരോരു. ആ വരോരു എന്നുള്ളത് സുന്ദരി എന്നുള്ള അർത്ഥത്തിലാണ്. ശ്രേഷ്ഠമായ ഊരുക്കളോട് കൂടിയവൾ, നല്ല തുടകളോട് കൂടിയവൾ എന്നർത്ഥമാണ്. സുന്ദരി എന്ന് പറയുന്നതിന് ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തിന്റെ സൗന്ദര്യത്തെ എടുത്തു പറയുക. സുദതി, സുനാസ, സുകപോല, അങ്ങനെ ഓരോ അവയവങ്ങൾ അല്ലേ. അല്ലെങ്കിൽ നല്ല സുന്ദരമായ കണ്ണുള്ളവൾ, സുന്ദരമായ ചെവിയുള്ളവൾ, സുന്ദരമായ കവിളുകളുള്ളവൾ, നല്ല താടിയുള്ളവൾ, നല്ല മൂക്കുള്ളവൾ, നല്ല പല്ലുള്ളവൾ എന്നൊക്കെ അർത്ഥത്തില് പല പേരുകളും സുന്ദരി എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇവിടെ വരോരു, അല്ലയോ സുന്ദരി, നല്ല തുടകളോട് കൂടിയവളെ, കാത്വം, നീ ആരാ? നീ ആരാണ് വരോരു? പിന്നെ ഒരു സംബോധനയുണ്ട് അങ്കനേ എന്നുള്ളത്. അങ്കന എന്ന് പറഞ്ഞാലും നല്ല പ്രൗഢയായ യുവതി എന്ന് അർത്ഥമാണ്. അപ്പോൾ എല്ലാം തികഞ്ഞ യുവതിയാണ് നീ. അംഗങ്ങളെല്ലാം പ്രോപ്പറായിരിക്കുന്നവൾ ആണ് അങ്കന. നല്ല അംഗവളർച്ചകൾ വന്നുള്ളവളാണ്, വേണ്ട അവയവങ്ങളൊക്കെ വേണ്ടതുപോലെയുള്ളവളാണ് അങ്കന എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ നീ എല്ലാ അവയവങ്ങളും തികഞ്ഞവളാണല്ലോ എന്നാണ് ഭഗവാന്റെ സംബോധന. അപ്പൊ അത് കേൾക്കുന്നവർക്ക് പരിഹാസമായിട്ട് തോന്നും. പക്ഷേ ഭഗവാൻ അവളുടെ ശരീരത്തെ അങ്ങനെയാ കാണുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മാത്രമാണ് ആ വൈകല്യം കാണുന്നത്. ഭഗവാൻ അത് ശരിയാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഈ വിളി അല്ലേ. സത്യസങ്കല്പനായ സത്യവാക്കായ ഭഗവാന്റെ വാക്കുകള് തീർച്ചയായിട്ടും ഇനി സത്യമാവാൻ പോവുകയാണ്. അപ്പൊ വരോരു സുന്ദരി എന്ന് വിളിച്ചതോ അല്ലെങ്കിൽ അപ്പോൾ അങ്കനെ എന്നുള്ളതായിട്ടുള്ള ആ വിളിയും എല്ലാം തന്നെ ഭഗവാൻ ശരിയായ രീതിയിൽ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ വരോരു അങ്കനെ കാത്വം, നീ ആരാണ്? ഏതത് അനുലേപനം കസ്യ. വരോരു പ്ലസ് ഏതത് ഉ, ഏതതു. ഈ അനുലേപനം, ഈ ലേപനങ്ങൾ, ഈ സുഗന്ധദ്രവ്യങ്ങൾ, ഇത് കസ്യ ആർക്കുള്ളതാണ്? ആരുടേതാണ്? ആർക്ക് വേണ്ടിയാണ്? ഊഹ, നന്നായിട്ടുണ്ട് കേട്ടോ എന്നുള്ളതാണ് ആ ഊ ആ ഹ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ശബ്ദം. ഏതത് ഊ ഉണ്ട്, ഹ അനുലേപനമുണ്ട്. അപ്പൊ അതിലെ ഊ ഹ എന്നുള്ളത് ഭഗവാൻ അതും നന്നായിട്ടുണ്ട് വാവ് എന്ന് പറയും പോലെ. നമ്മളൊക്കെ ഇപ്പോ വാവ് എന്ന് പറയുന്നു. ഭഗവാൻ പറഞ്ഞതാണ് ഊ ഹ അല്ലെ. നമ്മളിപ്പോ പടിഞ്ഞാറന്മാരെ കോപ്പി അടിച്ചിട്ടാണ് വാവ് എന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ ഒറിജിനൽ ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രാചീനമായിട്ടുള്ള ശബ്ദമാണ് ഊ ഹ എന്നുള്ളത്. സ്ഥലമായിട്ടുണ്ടല്ലോ. കാരണം ആ മണം ആകർഷിക്കുന്നുണ്ടാവും. ദൂരത്തുനിന്ന് തന്നെ അറിയാൻ പറ്റും. ഇവിടെ ഈ സൈരന്ത്രി കൊണ്ടുപോകുന്ന കുറിക്കൂട്ടുകളുടെ മണവും അടുത്ത് ചെന്ന് ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ പാത്രത്തിന്റെ ഒരു കെട്ടും മട്ടും അതിനകത്തിരിക്കുന്ന
എന്താ പറയുക, പുൽക്കൂട്ടിൻ്റെ ആ ഒരു മാർദ്ദവവും അതിൻ്റെ ആ ഒരു എന്താ പറയുക എത്ര ഇതായിട്ടാണത് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ കാണാം. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനൊരു പ്രകടനം. ഊഹാ അനുലേപനം കസ്യ, ഈ അനുലേപനം ആരുടേതാണ്? കഥയസ്വ സാധുനഹ നഹ സാധു കഥയസ്വ നഹ, ഞങ്ങളോട് അത് വേണ്ടതുപോലെ പറയൂ, സാധുവായി പറഞ്ഞോളൂ, ശരിയായ കാര്യം പറഞ്ഞോളൂ. മാത്രമല്ല ദേഹി ആവയോഹോ അംഗവിലേപം ഉത്തമം, ഈ ഉത്തമം അംഗവിലേപം ആവയോഹോ ദേഹി, നീ കൊണ്ടുപോകുന്ന ഈ അംഗവിലേപം ഉണ്ടല്ലോ, ഈ അംഗരാഗം, അത് ഉത്തമമാണെന്ന് അതിൻ്റെ മണം കൊണ്ടും അതിൻ്റെ കാഴ്ച കൊണ്ടും എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് ആവയോഹോ ദേഹി, ഞങ്ങൾക്ക് നൽകിയാലും ഞങ്ങൾക്കിതൊന്നും തരാൻ ആരുമില്ല. ഞങ്ങളിപ്പോൾ അന്യദേശത്ത് വന്നിരിക്കുകയല്ലേ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലേ, ഗോകുലം വിട്ട് മധുരാപുരിയിലേക്ക് വന്ന അതിഥികളാണ്. അപ്പോൾ കയ്യിൽ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല, പെട്ടെന്ന് പോന്നതല്ലേ രാത്രിക്ക് രാത്രി. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഈ അംഗലേപനം വേണ്ടതുപോലെ തരൂ, ഞങ്ങളും കുറച്ചൊക്കെ ഒന്ന് അലങ്കരിക്കട്ടെ. അംഗവിലേപം ആവയോഹോ ദേഹി, ആവയോഹോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും, ബലരാമനും തനിക്കും. ഭഗവാൻ തനിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നില്ല, ഏട്ടനെയും കൂടി കൂട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നൽകിയാൽ നിനക്കെന്താ പ്രയോജനം? ശ്രേയസ്തതസ്തേ നചിരാത് ഭവിഷ്യതി, തതഃ അങ്ങനെയായാൽ തേ ശ്രേയഃ നചിരാത് ഭവിഷ്യതി, നിനക്ക് ശ്രേയസ് അധികം താമസിയാതെ ഉടനെ തന്നെ ഉണ്ടാകും. ഭഗവാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഭഗവാന് നമ്മളുടെ കയ്യിലുള്ള ഏത് വസ്തുക്കളും ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, ശ്രേയസ് നമുക്ക് ഉണ്ടാകും. ഇവിടെ അംഗരാഗം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ. നമുക്കൊക്കെ അംഗരാഗമുള്ളവരാണ്. ഏതാ അംഗരാഗം? ശരീരത്തോടുള്ള പ്രേമം. നമുക്ക് നമ്മുടെ ശരീരത്തോടും രാഗമുണ്ട്, വേറെ ചിലരോടും ഒക്കെ നമുക്ക് രാഗം തോന്നും, അവരുടെ അംഗങ്ങളോടും രാഗം തോന്നും. ഇതാണ് അംഗരാഗം. അപ്പൊ ഈ അംഗരാഗത്തെ നീ എന്നിൽ സമർപ്പിച്ചാൽ, ഈശ്വരനിൽ സമർപ്പിച്ചാൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകും, മോക്ഷമുണ്ടാകും. അപ്പോ ഈ ത്രിവക്രയ്ക്ക് അതിന്റെ ആന്തരികാർത്ഥമൊന്നും വേണ്ട പോലെയൊന്നും ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവളുടെ ഉള്ളില് ഈ അംഗരാഗം, കയ്യിൽ പിടിച്ചിരിക്കുന്ന പാത്രത്തിലുള്ള അംഗരാഗം എന്ന് മാത്രമേ അവള് മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അത് ഭഗവാന് കൊടുക്കാൻ തയ്യാറായി. മാത്രമല്ല അവൾക്ക് ഭഗവാനോട് അംഗരാഗം ഉണ്ടാവുകയും ചെയ്തു. അപ്പോ നിനക്ക് നിന്റെ കയ്യിലുള്ള അംഗരാഗത്തെ എനിക്ക് നൽകിയാൽ, ഞങ്ങൾക്ക് നൽകിയാൽ നിനക്ക് അധികം താമസിയാതെ ശ്രേയസ്സുണ്ടാവും. ന ചിരാത് ശ്രേയഃ തേ ഭവിഷ്യതി എന്ന് ഭഗവാൻ ബലശ്രുതിയും പറഞ്ഞു. ഭഗവാന് എന്ത് സമർപ്പിച്ചാലും അതിൻ്റെ ഫലം നമുക്ക് അധികം താമസിയാതെ അനുഗ്രഹമായി വന്നു ചേരും എന്ന്. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ ഈ ചോദ്യം ചിലർക്കൊക്കെ, കേട്ടവർക്കൊക്കെ പരിഹാസം പോലെ തോന്നി, ചിലർക്ക് അവളോട് കരുണ തോന്നി. അവൾക്കോ ഭഗവാന്റെ ഈ വിളിയിലൊക്കെ എന്താ പറയുക, എന്തെന്നില്ലാത്ത ആനന്ദം തോന്നി. കാരണം തന്നെ ഇതുവരെ ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല അല്ലേ. നമ്മളെ ആരെങ്കിലും സുന്ദര സുന്ദരി എന്നൊക്കെ എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചാൽ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഇനിയും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞ് കേൾക്കാത്ത പോലെ വീണ്ടും ചോദിക്കും. നമ്മളെക്കുറിച്ച് എന്തോ നമ്മൾ ഏതെങ്കിലും അവയവം നമുക്ക് നല്ലതാണ്, സൗന്ദര്യമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അത് എത്ര വിരൂപനായിട്ടുള്ള ഒരാൾക്കും. അപ്പൊ ഇവൾക്കും അത് സന്തോഷമായി എന്നർത്ഥം. ഭഗവാന്റെ വിളി തന്നെ അങ്ങനെയെന്നും വരോരൂ എന്നൊക്കെ വിളിച്ചപ്പോ തന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പൊ ആ ഭഗവാനോട് എന്തെന്നില്ലാത്ത പ്രേമവും തോന്നി. അങ്ങനെ അവൾ സന്തോഷിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. സൈരന്ത്രുവാച ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മത ത്രിവക്രനാമാഹ്യനുലേപ കർമ്മണി
മദ്ഭാവിതം ഭോജപതേരതിപ്രിയം വിനായുവാം കോന്യതമസ്തദർഹതി. സൈരന്ദ്രുവാച ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മതാ ത്രിവക്രനാമാഹ്യനുലേപകർമ്മണി മദ്ഭാവിതം ഭോജപതേരതിപ്രിയം വിനായുവാം കോന്യതമസ്തദർഹതി. അപ്പൊ തന്നെ സുന്ദരി എന്ന് വിളിച്ചതിന് മറുപടിയായിട്ട് അവൾ എന്താ വിളിക്കണത്? സുന്ദര. ഭഗവാനെ വിളിക്കുന്നതും ഹേ സുന്ദര, ഞാൻ ആരാണ്? കംസസമ്മത ദാസി അസ്മി അഹം. കംസന് സമ്മതയായ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ടവളായ, കംസന് ലോയലായിരിക്കുന്ന, കംസന് പ്രീതിയുള്ളവളായിരിക്കുന്ന ദാസിയാണ് ഞാൻ. കംസന്റെ ദാസി അസ്മി, ഞാനാകുന്നു അഹം. എന്താ എൻ്റെ പേര്? ത്രിവക്രനാമ. എന്നെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് ത്രിവക്ര എന്നാണ്. 3 വളവുള്ളവളായതുകൊണ്ട് എല്ലാവരും അവളെ വിളിക്കുന്നത് ത്രിവക്ര എന്നാണ്. അതാണ് നാമം. സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ ദാസി, തോഴി, കുറിക്കൂട്ട് ഉണ്ടാക്കുന്നവൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ത്രിവക്രനാമ, എന്റെ നാമം ത്രിവക്ര എന്നാകുന്നു. ഞാൻ ഏത് കർമ്മത്തിലാണ് കംസനെ സഹായിക്കുന്നത് എന്നാണെങ്കിൽ അനുലേപകർമ്മണി. അനുലേപകർമ്മണി കംസസ്യ ദാസി അസ്മി. അനുലേപകർമ്മം ഈ കുറിക്കൂട്ടുകൾ സമർപ്പിക്കുക, അതുണ്ടാക്കി കൊടുക്കുക, ക്രീമുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കംസന്റെ പ്രിയപ്പെട്ട ദാസിയാകുന്നു. ഇനി മദ്ഭാവിതം ഭോജപതേരതിപ്രിയം. ഭോജപതിയായ കംസന് മദ്ഭാവിതം എന്ന് പറഞ്ഞാൽ എന്നാൽ നിർമ്മിക്കപ്പെട്ടത്, എന്നാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ഈ കുറിക്കൂട്ടുകൾ ഭോജപതിക്ക് അതിപ്രിയം, വളരെ പ്രിയമാണ്. വേറെ ആർക്കും എൻ്റെ അത്ര ശ്രദ്ധയോടെ കഴിവുകളോടുകൂടി ഇതുപോലെയുള്ള കുറിക്കൂട്ടുകൾ ഉണ്ടാക്കാൻ സാമർഥ്യമില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ തന്നെയാണ് കംസരാജാവിന് എപ്പോഴും സ്പെഷ്യലായിട്ട് ഈ അംഗരാഗം സമർപ്പിക്കുന്നത്, കുറിക്കൂട്ടുകൾ സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചുല്ലോ ഭഗവാൻ, ആവയോ ദേഹി എന്ന്, ഞങ്ങൾക്ക് രണ്ടാൾക്കും നൽകിയാലും എന്ന്. അതിന് മറുപടി കൊടുക്കണം. വിനായുവാം കോന്യതമഃ തദർഹതി എന്ന്. യുവാം വിന, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ അന്യതമഃ കഹ തദർഹതി, വേറെ ആരാണ് ഇത് ഇത്രയും അർഹിക്കുന്നത്? അപ്പൊ സുന്ദരന്മാരായ നിങ്ങൾക്കാണിത് ഏറ്റവും അനുയോജ്യം. കംസനെ പോലെ ഒരു കഠിന ഹൃദയനും അതുപോലെയുള്ള ഒരു എന്താ പറയുക പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള ഒരാൾക്ക് ചേരുന്നതിനേക്കാൾ, കംസനെ സേവിക്കുന്നതിനേക്കാൾ നിങ്ങളെ സേവിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കാണിത് ഏറ്റവും നന്നായിട്ട് ചേരുക. നിങ്ങൾക്ക് ഈ കുറിക്കൂട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ അല്ലെ നിങ്ങളുടെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിക്കും. ഞാനും ധന്യയാകും. ഈ കുറിക്കൂട്ടുണ്ടാക്കിയിട്ട് ഏറ്റവും നല്ല പാത്രങ്ങൾക്കത് സമർപ്പിച്ചുവല്ലോ എന്ന്. അതാണ് യുവാം വിന, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ കഹ അന്യതമഃ തദർഹതി, വേറെ ആരാണ് ഇതർഹിക്കുന്നത്? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് തരാൻ തയ്യാറാണ് എന്നുള്ള അവളുടെ ആ നല്ല മനസ്സിനെ അവള് പ്രകടിപ്പിച്ചു. നമ്മളെ രചകനെ പോലെ രാജാവിന്റെ കുറിക്കൂട്ടി ചോദിക്കണോ, കടന്നു പോകുന്നൊന്നും ആട്ടിയില്ല എന്നർത്ഥം. അവള് വളരെ സ്നേഹപൂർവം ബഹുമാനപൂർവം ഭഗവാന് കുറിക്കൂട്ടുകൾ കൊടുക്കാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു, തയ്യാറായി കഴിഞ്ഞു. അപ്പോ ഭഗവാന്റെ നേരെ അവൾക്ക് എന്തെന്നില്ലാത്ത ആദരവും അനുരാഗവും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞു. തന്നെ ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്ത ആളാണ് അല്ലേ സുന്ദരി എന്നൊക്കെ വിളിച്ചിട്ട്. വേറെ ആരും ഇതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല, തന്നെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തോട് ഭഗവാനോട് സൈരന്ധ്രിക്ക് ഇതുപോലെ ഭാവം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്നർത്ഥം. രൂപപേശലമാധുര്യഹസിതാലാപവീക്ഷിതൈഃ ദർശിതാത്മാ ദദൗ സാന്ദ്രം ഉഭയോരനുലേപനം. രൂപപേശലമാധുര്യഹസിതാലാപവീക്ഷിതൈഃ ദർശിതാത്മാ ദദൗ സാന്ദ്രം ഉഭയോരനുലേപനം.
അപ്പോ ഭഗവാന്റെ ഈ പറഞ്ഞ ഗുണങ്ങളാലെല്ലാം ദർശിതാത്മാ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ നേരെ മോഹിപ്പിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോടു കൂടിയവൾ, ചിത്തത്തോടു കൂടിയവൾ എന്നർത്ഥം. എന്തൊക്കെയാണ് ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ആ രൂപസൗന്ദര്യം, അതുപോലെ അതിന്റെ പേശലത എന്ന് പറഞ്ഞാൽ സൗകുമാര്യം, മൃദുലത. ഭഗവാന്റെ ശരീരം 11 വയസ്സ് പ്രായമുള്ള ആ കോമള പ്രായമാണ്, തളിര് പോലെയുള്ളതായിട്ടുള്ള അല്ലെ, സ്കിന്നൊക്കെ വളരെ ഫ്രഷ് ആയിരിക്കുന്ന, ഒട്ടും ചുളുക്കൊന്നും വരാത്തതായിട്ടുള്ള, ഒരു തരത്തിലുള്ള ഡ്രൈനസ്സും ഇല്ലാത്ത നല്ല മൃദുവായിട്ടുള്ള ത്വക്ക്. അതുകൊണ്ട് പേശലം, മൃദു നർത്തം. അപ്പൊ രൂപ സൗന്ദര്യവും പേശലമായിട്ടുള്ള അതിന്റെ മാർദ്ദവവും മാധുര്യം, ഭഗവാന്റെ ആ ഒരു മാധുര്യഭാവം എന്താണ്, വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഒരു അല്പം ശൃംഗാരം കലർത്തിക്കൊണ്ട് സുന്ദരി, അങ്കനെ എന്നൊക്കെ വിളിച്ചില്ലേ. അപ്പൊ അതിലൊരു മധുരമുണ്ട്, മാധുര്യഭാവമുണ്ട്, ഭഗവാന്റെ രസികത്വം എന്ന് പറയാം. അപ്പോ ആ മാധുര്യം, ഭഗവാന്റെ ഹസിതം, ഭഗവാന്റെ ആ പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി ആരെയാ വീഴ്ത്താത്തത് അല്ലേ? സാക്ഷാൽ മായ തന്നെയാണ് ഭഗവാന്റെ പുഞ്ചിരി, എല്ലാരെയും വീഴ്ത്തിക്കളയും. അപ്പൊ ആ ഹസിതം, ആലാപം, ഭഗവാന്റെ ഈ നല്ല വാക്കുകളെ കൊണ്ടുള്ള സല്ലാപം, സുന്ദരി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാല് നല്ല സല്ലാപമല്ലേ. വീക്ഷിതം, ഭഗവാന്റെ കടക്കണ്ണുകൊണ്ടോ ഒക്കെ ഉള്ളതായിട്ടുള്ള ആ കണ്ണേറ് നോട്ടം. അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും അവളെ വല്ലാതെ ഹഠാത് ആകർഷിച്ചു ഭഗവാൻ. അതാണ് ദർശിതാത്മാ. അവളുടെ ആത്മാ ചിത്തം ദർശിതം എന്ന് പറയുക, അതിങ്ങനെ മതിക്കുകയാണ് എന്നർത്ഥം. ഒരു ഉന്മാദം ബാധിച്ച പോലെ, അടക്കാൻ പറ്റാത്തത് എന്നാണ് ദർശിതം എന്നുള്ള വാക്കിന് അർത്ഥം. അപ്പോൾ ഒരു ഉന്മാദ അവസ്ഥയെ പ്രാപിച്ചു, വല്ലാത്തൊരു മോഹത്തെ, എക്സൈറ്റഡ് ആയി അവള് എന്ന് പറയാം നമ്മുടെ ഭാഷയിൽ. അങ്ങനെയുള്ളൊരു ഭാവത്തോടു കൂടിയിട്ട് സാന്ദ്രം അനുലേപനം ഉഭയോഹോദതൗ. സാന്ദ്രം നല്ലോണം ഘനീഭവിച്ചാണ് കൊണ്ടുവരുന്നത്. ആ ക്രീമിനെ നല്ലോണം കട്ടിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. വേണ്ടതുപോലെ ഇനി അതിൽ പനിനീരോ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അത് ലേപനം ചെയ്യുക. അപ്പൊ അതിനെ കട്ടിയുള്ളതായിട്ടുള്ള, കുറുകിയിരിക്കുന്നതായിട്ടുള്ള അനുലേപനത്തെ ഉഭയോഹോദതൗ, രണ്ടുപേർക്കും കൊടുത്തു. രാമകൃഷ്ണന്മാർക്ക് രണ്ടുപേർക്കും വേണ്ടതുപോലെ എടുത്തോളാനായിട്ട് കൊടുത്തു. ഇനി അവള് തന്നെ പൂശിക്കൊടുക്കുന്നുണ്ട്. കൊടുക്കുക മാത്രമല്ല, അവൾക്കറിയാം, അവള് ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ആർക്ക് എന്ത് ചേരും. രാമകൃഷ്ണന്മാർ രണ്ട് കോൺട്രാസ്റ്റ് വർണ്ണങ്ങളാണ് അല്ലെ. രാമൻ നല്ല വെളുപ്പും കൃഷ്ണൻ നല്ല കറുപ്പും. അപ്പൊ അവരുടെ ശരീരത്തിൽ തന്റെ ഈ ലേപനം തെളിഞ്ഞു കാണണം, അത് അവളുടെ ആഗ്രഹമാണ് അല്ലെ. തന്റെ ആ ക്രാഫ്റ്റ്, തന്റെ കരകൗശലം, ഇതും 64 കലകളിൽ ഒന്നാണ്. കുറിക്കൂട്ടുണ്ടാക്കുക, ബ്യൂട്ടീഷ്യന്റെ പല പരിപാടികള് അല്ലേ, എന്താ പറയുക, മാന്യൂക്യൂർ, പെഡിക്യൂർ എന്നൊക്കെ പറയുന്നതെല്ലാം 64 കലകളിൽപ്പെട്ടതാണ്. തലമുടി വൃത്തിയായിട്ട് നേരാക്കുക, ഹെയർ സ്റ്റൈലിംഗ്, കേശപ്രസാദനെന്നോ ഇതൊക്കെ പറയുക. അതുപോലെ പാദങ്ങളെ വേണ്ട പോലെ ശുശ്രൂഷിച്ച് ശുദ്ധമാക്കുക, നല്ല ഭംഗിയുള്ളതാക്കുക, കയ്യിലെ നഖങ്ങളൊക്കെ വെട്ടിക്കൊടുക്കുക, ഇതൊക്കെ ഈ കലകളിൽപ്പെട്ടതാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് ഈ കുറിക്കൂട്ട് ഉണ്ടാക്കലും. അപ്പൊ ഒരു കലാകാരിയാണ് അവള്. തന്റെ ആ കലയുടെ വൈദഗ്ധ്യം, തന്റെ കരകൗശലം, അത് പ്രകടിപ്പിക്കാൻ ആർക്കാണ് താല്പര്യം ഉണ്ടാവാതിരിക്കുക? ഒരു സെൽഫ് എക്സ്പ്രഷനാണത്. അതും ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ സമർപ്പിക്കുക. അപ്പൊ ഇതിലും ആനന്ദം വേറെന്താ ഉണ്ടാവുക? അതുകൊണ്ട് അവൾ തന്നെ സ്വയം രണ്ടുപേർക്കും അംഗരാഗം പൂശിക്കൊടുത്തു എന്നാണ്. തതസ്തൗ അംഗരാഗേണ സ്വവർണേതരശോഭിന സംപ്രാപ്ത പരഭാഗേന ശുശുഭാദേനുരഞ്ജിതൗ. തതസ്തൗ അംഗരാഗേണ സ്വവർണേതരശോഭിന സംപ്രാപ്ത പരഭാഗേന ശുശുഭാദേനുരഞ്ജിതൗ. അപ്പൊ തതഃ അനന്തരം സ്വവർണേതരശോഭിന സംപ്രാപ്ത പരഭാഗേന അംഗരാഗേണ അനുരഞ്ജിതൗ തൗ ശുശുബാധേ. തൗ ശുശുബാധേ, അവർ ശോഭിച്ചു, രണ്ടുപേരും നല്ലതുപോലെ വിളങ്ങുകയാണ്. എങ്ങനെ? അംഗരാഗേണ അനുരഞ്ജിതൗ,
അംഗരാഗങ്ങൾ കൊണ്ട് കുറിക്കൂട്ടുകൾ കൊണ്ട് അനുലേപനം ചെയ്യപ്പെട്ടവരായിട്ട്. അപ്പൊ രണ്ടുപേരുടെയും ദേഹത്തിൽ അംഗരാഗം പൂശിയിട്ട് അവർ ശോഭിക്കുകയാണ്. അപ്പൊ എങ്ങനെയുള്ള അംഗരാഗമാണ്? സ്വവർണേതര ശോഭിന, സ്വവർണ ഇതര ശോഭിന എന്ന് വെച്ചാലോ തന്റെ വർണ്ണത്തിന് എതിരായ വർണ്ണം കൊണ്ട് ശോഭിക്കുന്നത്. ഇതരം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, അന്യം. അപ്പൊ വെളുത്തവൻ നീലയോ പച്ചയോ ഒക്കെ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് തെളിഞ്ഞു കാണുന്നതായിട്ടുള്ള വർണ്ണമുള്ള അംഗരാഗം കൊണ്ടും, കറുത്തവൻ അതിൽ തെളിഞ്ഞു കാണുന്ന മഞ്ഞയോ വെള്ളയോ ഒക്കെ ഉള്ളതായിട്ടുള്ള വർണ്ണങ്ങളുള്ള അംഗരാഗം കൊണ്ടും. അതാണ് സ്വവർണേതര ശോഭിന. അവനവന്റെ വർണ്ണങ്ങൾക്ക് എതിരായി ഉള്ളതായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള സംപ്രാപ്ത പരഭാഗേന. ഇവിടെ ഭാഗം, ഭാഗ്യം, ഭഗം എന്നൊക്കെ പറയുന്നത് സൗന്ദര്യത്തിന്റെ മറ്റൊരു പര്യായ ശബ്ദമാണ്. പരഭാഗം എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ഭാഗം, ഉത്കൃഷ്ടമായ ശോഭ, അത് പ്രാപിച്ചവരായിട്ട്, സംപ്രാപ്തമായ ഉത്കൃഷ്ടമായ ശോഭയോടുകൂടി, ശോഭാ അതിശയത്തോടുകൂടിയവരായിട്ട്, അങ്ങനെയുള്ള അംഗരാഗത്താൽ വിപരീതങ്ങളായ വർണ്ണത്തോടുകൂടി അംഗരാഗങ്ങളെ കൊണ്ട് അനുരഞ്ജിക്കപ്പെട്ടവരായ രണ്ടുപേരും ശുശുഭാതേ നന്നായി ശോഭിച്ചു. ശരീരം മുഴുവൻ അംഗങ്ങളിലൊക്കെ വേണ്ടതുമാതിരി അവള് സെലക്ട് ചെയ്ത് കൊടുത്തു, തേച്ചു കൊടുത്തു എന്നൊക്കെ അർത്ഥം. തതസ്തൗ അംഗരാഗേണ സ്വവർണേതര ശോഭിനാ സംപ്രാപ്ത പരഭാഗേന ശുശുഭാതേ അനുരഞ്ജിതൗ പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ഫലം. പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ബലം. ഇവളുടെ ഈ ഒരു പ്രവൃത്തി വാരിക്കോരി ലോഭമില്ലാതെ രാമകൃഷ്ണന്മാർക്ക് അംഗരാഗം കൊടുത്തതിന്റെ ഫലമായിട്ട് ഭഗവാൻ പ്രസന്ന, ഭഗവാൻ അത്യന്തം പ്രസന്നനായി, സന്തോഷിച്ചവനായി. അങ്ങനെ ഭഗവാൻ സന്തോഷിച്ചാൽ പിന്നെ എന്താണ് സംഭവ്യമല്ലാത്തത്? അല്ലേ? തലയിലെഴുത്തൊക്കെ മാറ്റാം, വിധി ലിഖിതം മാറ്റി എഴുതാം എന്നർത്ഥം. ഇവളുടെ തലയിൽ എഴുതിയിരുന്നത് കുബ്ജയായിട്ടാണ് അവളുടെ ശരീരം, ത്രിവക്രയായിട്ടാണ് അവൾ ജനിച്ചത്. ജന്മനാ ഉള്ള ഈ വൈകല്യം മാറ്റാൻ ആർക്കും സാധിക്കില്ലല്ലോ. പക്ഷേ ഭഗവാൻ വിചാരിച്ചാൽ ബ്രഹ്മാവിന്റെ ബ്രഹ്മാവ് എഴുതിയതൊക്കെ മാച്ചു കളയാൻ ഒരു പ്രയാസമില്ല. കാരണം ആ ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ചത്, ബ്രഹ്മാവിന് ആ ശക്തിയെല്ലാം കൊടുക്കുന്നത്, അല്ലേ? സുപ്രീം കോർട്ട് വിധിച്ചതിനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ മാച്ചു കളയാം, അഥവാ മാറ്റി എഴുതാം. അപ്പൊ അതുപോലെയാണ് ഭഗവാൻ നിശ്ചയിച്ചത്. ആ കുബ്ജാം, കൂനിയും, ത്രിവക്ര, 3 വളവുള്ളവളുമായിട്ടുള്ള രുചിരാനനാം എന്നാൽ മുഖസൗന്ദര്യമുള്ളവളായിട്ടുള്ള അവളെ ഋജ്വീം കർത്തും, ഋജ്വിയാക്കി ചെയ്യുവാൻ. ഋജ്വി എന്ന് പറഞ്ഞാൽ ഋജുത്വമുള്ളവൾ, വളവില്ലാത്തവളാക്കി ചെയ്യാൻ. വക്രയെ ഋജ്വിയാക്കി ചെയ്യുവാനായിക്കൊണ്ട് മനഃ ചക്രയെ ഭഗവാൻ മനസ്സിനെ ചെയ്തു, നിശ്ചയിച്ചു എന്നർത്ഥം. ദർശനേ ഫലം ദർശയൻ, തന്നെ കണ്ടതിന്റെ ആ ഫലം അത് ദർശിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാലോ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട്. ഭഗവാനെ കാണുന്നതും ഭഗവാനെ സേവിക്കുന്നതും സർവസ്വവും ഭഗവാനിൽ അർപ്പിക്കുന്നതും ഒന്നും വെറുതെയാവില്ല. ഹേ മാലോകരെ കണ്ടോളൂ എന്ന് വിളിച്ചു പറയും പോലെ ആണ് ഭഗവാൻ ദർശയൻ, പ്രകടിപ്പിച്ചുകൊണ്ട്. അല്ലെ, പൂതനയെ ഭഗവാൻ വധിച്ചതായുള്ള സമയത്ത് ആ പൂതനയുടെ ദേഹത്തിൽ നിന്ന് ദുർഗന്ധത്തിന് പകരം നല്ല സുഗന്ധം അന്തരീക്ഷത്തിൽ പടർത്തി. അതും ഭഗവാന്റെ ഒരു ലീലയായിരുന്നു. ഇവളെന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുലപ്പാല് തന്നതെങ്കിലും മാതൃഭാവത്തിൽ മുലപ്പാല് തന്നവളായതുകൊണ്ട് ഇവൾക്ക് ഞാൻ ശ്രേഷ്ഠമായ ഗതിയാണ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ സ്നേഹത്തോടുകൂടി എനിക്ക് പാല് തരുന്നവരായ ഈ യശോദ, രോഹിണി, അല്ലെങ്കിൽ ഗോപികമാര്, മറ്റു പശുക്കള്, ഇവർക്കൊക്കെ ഞാൻ എന്ത് ഗതിയായിരിക്കും കൊടുക്കുക? ഇതിലും കൂടുതലായിരിക്കും, അല്ലേ? ഈ പൂതനയ്ക്കും കൊടുത്തതിലും മുകളിലായിരിക്കും എന്തായാലും ഉറപ്പ് എന്ന് അവിടെ പ്രഖ്യാപിച്ചു.
അതുപോലെ ഇവിടെയും ഒന്ന് പ്രഖ്യാപിക്കുകയാണ്, തന്നെ ദർശിക്കുകയും തന്നെ സേവിക്കുകയും ചെയ്തതിന്റെ ഫലം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആയാലേ എല്ലാവരും തൻ്റെ അടുത്തേക്ക് വരുള്ളൂ, തന്നെ സേവിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവത് ഭജനം ഫലമില്ലാത്തതായി കൂടാ. നമ്മുടെ നാരായണീയത്തിൽ നമ്മുടെ മേൽപ്പത്തൂര് ഭഗവാനെ പരിഭവം പറയുന്നില്ലേ, അങ്ങ് എൻ്റെ ഈ രോഗം മാറ്റിയില്ലെങ്കിൽ അങ്ങയുടെ വചനങ്ങളും വേദവാക്യങ്ങളും വ്യാസവചനവുമെല്ലാം തെരുവിലെ പിള്ളേരുടെ വാക്കുകൾ പോലെയായിത്തീരും, ഒരു വിലയുമില്ലാതായി പോകും. നമേ ഭക്ത പ്രണശ്യതി, അല്ലേ, യോഗക്ഷേമം വഹാമ്യഹം, ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ട് അത് പാലിക്കാതിരുന്നാൽ, വ്യാസനാണ് ഇതെല്ലാം എഴുതിയും വെച്ചിട്ടുള്ളത്. അപ്പൊ വ്യാസവചനം, ഭഗവത് വചനം, അതുപോലെ വേദവചനങ്ങൾ ഇതെല്ലാം മിഥ്യയായി പോകും. അതൊരിക്കലും മിഥ്യയായിക്കൂടാ. അതുകൊണ്ട് നമ്മൾ ഈശ്വരന് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങള്, അതുപോലെ പ്രാർത്ഥനകള്, ഇതെല്ലാം വെറുതെയാണെന്ന് ചില ആധുനികന്മാരായിട്ടുള്ള ചില പ്രഭാഷകന്മാര് പറയുന്നത് പല യൂട്യൂബുകളിലും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഒക്കെ വിവരക്കേട് എന്നേ പറയാനുള്ളൂ. നിങ്ങളെന്തിനാ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക, ഒരർത്ഥമില്ലാത്ത പോലെ. തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സമൂഹത്തിൽ അർഹിക്കുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, അത് പറയാം. അല്ലാതെ ക്ഷേത്ര വഴിപാടിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് തള്ളുകയല്ല. ഭഗവാന് നിങ്ങൾ ഈ പറഞ്ഞ ദേവസ്വം ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, ധൂർത്തന്മാരായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡുകളിൽ കൊണ്ടുപോയിട്ട് ധനം നിക്ഷേപിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്, വരുമാനമില്ലാത്തത്. അവിടെയുള്ള പൂജകന്മാർക്ക് വേണ്ടത്ര മാസം അവരുടെ കുടുംബ ചെലവ് നടത്താൻ കൊടുക്കാൻ പോലും ഇല്ലാത്ത, അവിടെ കഴകക്കാർക്ക് വേണ്ടതുപോലെ അവരുടെ കുടുംബം, അവരുടെ ദാരിദ്ര്യം മാറ്റാൻ കൊടുക്കാനില്ലാത്ത, അതുപോലെ ആ ക്ഷേത്രത്തെ ഉപജീവിക്കുന്നതായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും മര്യാദയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ കൊടുക്കൂ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് പോഷിപ്പിക്കപ്പെടേണ്ടത്, നിലനിൽക്കേണ്ടത്. മറ്റത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് വിവരമില്ലാതെ കോടികൾ കണക്കിന് തള്ളിയിട്ട് അവിടെയുള്ള ആളുകൾക്ക് എല്ലാ ദൂർത്തും ചെയ്യാനും കൊള്ളരുതായ്മ ചെയ്യാനുമായിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് അവിടെയല്ല കൊടുക്കേണ്ടത്, ശബരിമലയിലും ഗുരുവായൂരിലൊന്നും അല്ല കൊടുക്കേണ്ടത്. അവനവന്റെ ദേശത്തുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യൂ. ഇനി നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് ചെയ്താലും അതിനൊക്കെ ഫലമുണ്ട്. ഏത് കർമ്മത്തിനും ഫലമുണ്ട്. ഫലമില്ലാത്ത ഒരു കർമ്മമില്ല. അത് കർമ്മ നിയമമാണ്. പ്രാർത്ഥന എന്നുള്ളത് ഒരു കർമ്മമാണ്. അത് വാചികം കർമ്മമാണ്, മാനസം കർമ്മമാണ്. നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും മനസ്സാ പ്രാർത്ഥിക്കുന്നത്. ദിവസവും നമ്മൾ സന്ധ്യയ്ക്കും രാവിലെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈ പ്രാർത്ഥനകൾ കർമ്മങ്ങളാണ്. അതില് നമ്മുടെ വാക്കുണ്ട്, നമ്മുടെ മനസ്സുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ആനുകൂല്യവുമുണ്ട്. അപ്പോൾ കായികം, വാചികം, മാനസം എന്നുള്ള 3 തരത്തിലുള്ള കർമ്മങ്ങൾ ഇൻവോൾവ്ഡ് ആണ് ഒരു പ്രാർത്ഥനയിൽ. അത് പൂജയായി മാറുമ്പോൾ, വഴിപാടുകളായി മാറുമ്പോൾ അതിൽ നമ്മുടെ കായികമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൂടുകയാണ്. അപ്പൊ ഈ കർമ്മങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലമുണ്ട്. ഫലമില്ലാത്ത ഒരു കർമ്മവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ ഫലമില്ല എന്നൊന്നും ആരും പറയില്ല, പറയാൻ പാടില്ല. നമ്മുടെ വേദങ്ങളിൽ മുഴുവൻ ഫലം വാഗ്ദാനം ചെയ്ത് കർമ്മം ചെയ്യാനാണ് പറയുന്നത്. ഉപനിഷത്തുകളിൽ മാത്രമാണ് അതിൽ നിന്ന് പിന്തിരിയാനായി കൊണ്ട് പറയുന്നത്. മതിയാക്കിക്കോളൂ. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന. ഈ കർമ്മങ്ങളും കർമ്മഫലങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരത്തെ വർദ്ധിപ്പിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് മതിയാക്കിക്കോളൂ. ഈ ഇങ്ങനെ പുണ്യം സമ്പാദിച്ച് സ്വർഗാദി ലോകങ്ങളിൽ പോയിട്ടൊന്നും വലിയ കാര്യമില്ല. വീണ്ടും തിരിച്ചു വരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതുകൊണ്ട്
ഈ ത്രയീധർമ്മത്തെയൊക്കെ വിട്ടോളൂ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്ലേ? ഏവം ത്രയീധർമ്മമനുപ്രപന്നാഹ ഗദാഗതം കാമകാമാ ലഭന്തേ. വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവർ വീണ്ടും വീണ്ടും ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗദാഗതം ലഭന്തേ, അത് പാരമാർത്ഥികം. അതുകൊണ്ട് അതൊക്കെ വിട്ട് ആത്മാവിനെ അറിയാനാണ് ശ്രമിക്കേണ്ടത്. തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. ആ പരമസത്യത്തെ അറിയാൻ ഗുരുവിനെ അഭിഗമിക്കണം. അത് വേദാന്ത ഉപദേശം. അതിനു മുമ്പുള്ള ഭാഗങ്ങളാണ് കർമ്മകാണ്ഡങ്ങൾ. കർമ്മകാണ്ഡമാണ് വേദങ്ങളിൽ 96% മന്ത്രങ്ങളും. അതിലൊക്കെ നിങ്ങൾ ഇന്ന കർമ്മം ചെയ്യൂ, ഇന്ന ഫലം കിട്ടും, ഇന്ന കർമ്മം ചെയ്യൂ, ഇന്ന ഫലം കിട്ടും എന്ന് വേദം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോ ആ വേദങ്ങളെ നമ്മൾ പ്രമാണങ്ങളായിട്ടാണ് എടുക്കേണ്ടത്, അല്ലാതെ അതിനെ തള്ളിക്കളയുകയല്ല വേണ്ടത്. അത് പ്രമാണങ്ങളാണ്, അതിന് വിലയുണ്ട്. അപ്പൊ വേദങ്ങളിൽ പറഞ്ഞതിനെ തിരുത്തി തള്ളിപ്പറയാൻ യോഗ്യരായിട്ടുള്ള ആരെങ്കിലും അഭിനവ അല്ലെ ആചാര്യന്മാരാരെങ്കിലും ഉണ്ടോ? പുതിയ വ്യാസന്മാര്? അപ്പോ പക്വതയില്ലാതെ വിഡ്ഢിത്തരങ്ങൾ പറയുകയാണ്. അത് വേണ്ടത് മാത്രം എടുക്കുക, വേണ്ടാത്തൊക്കെ തള്ളിക്കളയുക. അതുപോലെ കുറെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. അതും തള്ളിക്കളയേണ്ടതാണ്. ഏതാണ് എടുക്കേണ്ടത്? പ്രമാണം ഉള്ളതാണ് എടുക്കേണ്ടത്. വേദങ്ങൾ പ്രമാണമായിട്ടുള്ളത് നമുക്കെടുക്കാം. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സമ്പ്രദായ പ്രകാരമുള്ളതെല്ലാം സ്വീകരിക്കാം. പറഞ്ഞു വന്നത് ദർശനേ ഫലം ദർശയൻ, തന്നെ കണ്ടതിന്റെ ഫലം ലോകത്തിന് ദർശിപ്പിക്കാനായിക്കൊണ്ട് ദാ ഈ കുബ്ജ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം എനിക്ക് കുറിക്കൂട്ടുകൾ നൽകി, ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു നിനക്ക് ഉടനെ തന്നെ ഫലം കിട്ടുമെന്ന്, നിങ്ങളൊന്നും വിശ്വസിച്ചില്ല അല്ലേ, ഇതാ കണ്ടോളൂ എന്ന് ആ മധുരാപുരവാസികൾക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലൂടെ ഈ 5000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്കും കാണിച്ചു തരുന്നു. ഇതെല്ലാം വ്യാസൻ എഴുതി വെച്ചതുകൊണ്ട് നമുക്കും അതെല്ലാം കാണാൻ സാധിക്കുന്നു. പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ഫലം പദ്ഭ്യാമാക്രമ്യ പ്രപതേദ്യങ്കുല്യുത്താനപാണിനാ പ്രഗൃഹ്യ ചുബുഗേ അധ്യാത്മം ഉദനീനമത് അച്യുതഃ. പദ്ഭ്യാം ആക്രമ്യ പ്രപതേദ്യങ്കുല്യുത്താനപാണിനാ പ്രഗൃഹ്യ ചുബുഗേ അധ്യാത്മം ഉദനീനമദച്യുതഃ. ഇപ്പൊ ഭഗവാൻ എങ്ങനെയാണ് അവളെ ഋജു ശരീരമുള്ളവളാക്കിയത്, അവളുടെ അംഗവൈകല്യത്തെ വക്രതയെ തീർത്തു കൊടുത്തത് എങ്ങനെയാണ്, അതിന്റെ ഒരു ആക്ഷൻ പറയുകയാണ്, മോഡ് ഓഫ് ഓപ്പറേഷൻ. ഭഗവാൻ എന്താ ചെയ്തത്? പദ്ഭ്യാം ആക്രമ്യ പ്രപദേ. പദ്ഭ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 2 കാലുകളെ കൊണ്ടും, ഏകേന പദേന എന്നല്ല, പദ്ഭ്യ എന്നാ പറഞ്ഞ. അപ്പൊ 2 കാലുകളും അവളുടെ പ്രപദേ ആക്രമ്യ. പ്രപദേ എന്ന് പറഞ്ഞാൽ അവളുടെ കാലിന്റെ മുകളിൽ, പുറവടിയിൽ, 4 feet എന്ന് പറയുന്ന ആ പ്രപദത്തിന്റെ മുകളിലേക്ക് ഭഗവാൻ തന്റെ കാലുകളെ എടുത്തു വെച്ചു. ആക്രമ്യ എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപം ചെയ്തു, പാദവിന്യാസം ചെയ്തു. അപ്പൊ ഭഗവാൻ തന്റെ 2 കാലുകളെയും, അല്ലെ, 11 വയസ്സുള്ള ബാലന്റെ മൃദുവായിട്ടുള്ള തളിര് പോലെയുള്ള കാലുകളാണ്. അവൾക്ക് വേദനിക്കൊന്നുമില്ല, പക്ഷേ സർവശക്തിയും ഉണ്ട്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ്. എന്നാൽ അവൾക്ക് വേദന തോന്നാത്ത രീതിയിലും വേണ്ട ശക്തി ഉപയോഗിച്ചുകൊണ്ടും ഭഗവാൻ ആദ്യം തന്റെ 2 കാലുകളെ അവളുടെ കാലിന്റെ മുകളിൽ, പുറവടികളുടെ മുകളിൽ എടുത്തു വെച്ച് അമർത്തിയിട്ട് ആക്രമ്യ ദ്വങ്കുല്യുത്താന പാണിന. ദ്വങ്കുലി 2 അങ്കുലികൾ, 2 വിരലുകൾ മലർത്തിയ കൈകൊണ്ട്. അപ്പൊ മലർത്തിപ്പിടിച്ച കൈകളെ കൊണ്ട്, 2 വിരലുകളെ കൊണ്ട് ചുബുകേ പ്രഗൃഹ്യ, ചുബുകത്തിൽ പ്രകർഷേണ ഗ്രഹിച്ചിട്ട്, അവളുടെ താടിയിൽ പിടിച്ചിട്ട്. അപ്പൊ ഒരു കൈ കൊണ്ട് ഉത്താന പാണിന എന്ന് പറയുന്നതുകൊണ്ട് ഒരു കൈയാണ്,
ഒരു കൈ കൊണ്ട് 2 വിരല് എടുത്ത് പിടിച്ച് മർമ്മത്തിൽ പിടിച്ച് അവളുടെ താടിയിൽ വെച്ചു. ചുബുകെ പ്രഗൃഹ്യ അച്യുത. ഭഗവാൻ ആരാ? ഒരു ചുതിയുമില്ലാത്തവനാണ്, അച്യുതനാണ്, ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഫലിക്കുന്നവനാണ്. അധ്യാത്മം ഉദനീനമത്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ അവളുടെ ആത്മാവിന് അധിഷ്ഠാനമായ ദേഹത്തെ എന്നർത്ഥം. അവളുടെ ദേഹത്തെ ഉദ് അനീനമത്. ഉദ് എന്ന് പറഞ്ഞാൽ ഉന്നമിക്കുക, മുകളിലേക്കാക്കുക. അനീനമത്, അനീനമത് നമിപ്പിച്ചു, ഉന്നമിപ്പിച്ചു എന്നർത്ഥം. മുകളിലേക്ക് നിവർത്തി. മറ്റത് താഴേക്കാണ് സാധാരണ നമിപ്പിക്കുക, ഇത് മുകളിലോട്ട് നമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പലതരത്തിലുള്ള ചികിത്സാ രീതികളിൽ ഈ നടുവേദനയുള്ളവര്, ഡിസ്കുകൾക്ക് പ്രശ്നമുള്ളവര്, അല്ലെ, തോളല് ഡിസ്ലൊക്കേറ്റ് ചെയ്തവര്, ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആളുകൾ, എന്നും വേദനയും കൊണ്ട് നടക്കുന്നവര് ഇപ്പോൾ ചില മർമ്മ ചികിത്സകന്മാര് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. അവര് വളരെ സൂക്ഷ്മമായി ഇവരുടെ പ്രശ്നം നിരീക്ഷിച്ച് വേണ്ട രീതിയിൽ പിടിച്ച് ബലാൽ പിടിച്ചുകൊണ്ട് അവരുടെ എവിടെയെങ്കിലുമൊക്കെ ചവിട്ടിപ്പിടിച്ചോ അമർത്തിപ്പിടിച്ചോ മറ്റൊരു ഭാഗത്തെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വെട്ടിക്കുന്നു. ശബ്ദം കേൾക്കാം നമുക്ക്, അല്ലെ? ഇപ്പൊ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, റീൽസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇതുവരെ സ്ട്രെസ് അനുഭവിച്ചിരുന്നവരുടെ മുഖം അങ്ങനെ പ്രസന്നമാവുന്നു, റിലീവ്ഡ് ആവുന്നു, റിലാക്സ്ഡ് ആവുന്നു. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. നൊണ്ടി നടന്നു വന്നവര് തിരിച്ച് അവിടെ തന്നെ നടന്ന് കാണിക്കുന്നു, എന്നിട്ട് കൂസലില്ലാതെ നടന്നു പോകുന്നു. പല രീതിയിലുള്ള ചികിത്സകളുണ്ട്. കിടന്നുകൊണ്ടുള്ളത്, ഇരുന്നു കൊണ്ടുള്ളത്, നിന്നുകൊണ്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചില മർമ്മങ്ങളിൽ പിടിച്ച് നിവർത്തുക, പ്രോപ്പർ പൊസിഷനിലേക്ക് ലൊക്കേറ്റ് ചെയ്യുക അസ്ഥികളെയൊക്കെ. അസ്ഥിയുടെ സ്ഥാനഭ്രംശങ്ങൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് കഴിയുമ്പോൾ നോർമലായി. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ ത്രിവക്രയുടെ ഈ 3 വളവുള്ളതായിട്ടുള്ള ശരീരത്തെ ഭഗവാൻ നിസ്സാരമായിട്ട്, അല്ലേ, അന്ന് തന്നെ ഈ ചികിത്സാ പദ്ധതി ഭഗവാൻ തുടങ്ങി വെച്ചു. ഇതങ്ങനൊരു ചികിത്സ ഉണ്ട് കേട്ടോ, വേണ്ടവർ വേണ്ട പോലെ പഠിച്ച് ഉപയോഗിച്ചോളൂ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ ആ ത്രിവക്രയെ നിവർത്തി, അവളുടെ വക്രത മാറ്റി ഋജുവാക്കി അവളുടെ ശരീരത്തെ നർത്തം. പദ്യാമാക്രമ്യ പ്രപതേ ദ്യങ്കുല്യുത്താനപാണിന പ്രഗൃഹ്യച്ചുപുഗേധ്യാത്മം ഉദനീനമത് അച്യുതഃ സാ തദർജു സമാനാംഗി ബൃഹത്ശ്രോണിപയോദര മുകുന്ദസ്പർശനാത് സദ്യോ ബഭൂവ പ്രമദോത്തമാ. സാ തദർജു സമാനാംഗി ബൃഹത്ശ്രോണിപയോധര മുകുന്ദസ്പർശനാത് സദ്യോ ബഭൂവ പ്രമദോത്തമാ. സാ അവൾ, ആ ത്രിവക്രയാകട്ടെ, തഥാ അപ്പോൾ, ഋജു സമാന അംഗി. തഥാ പ്ലസ് ഋജു സമാന അംഗി, അതാണ് തദർജു സമാനാംഗി. അവൾ അപ്പോൾ ഋജുവും സമാനവുമായ അംഗങ്ങളോടുകൂടിയവളായി ഭവിച്ചു. സമാനം എന്ന് പറഞ്ഞാൽ 2 വശവും ഒരേപോലെ ബാലൻസ്ഡ്, സിമ്മെട്രിക്കൽ. ഈ വൈകല്യമുള്ളവർക്ക് ഒരു കൈ മുകളിലേക്ക് പൊങ്ങിയിട്ടും ഒരു കൈ താഴോട്ടായിട്ടും കാലൊരു ഭാഗത്തേക്കും, അല്ലെങ്കിൽ ഒരു ചന്തി പൊങ്ങിയിട്ടും ഒരു ചന്തി താഴ്ന്നിട്ടും ഇങ്ങനെയൊക്കെ നിൽക്കും. അവിടെ സമാനാംഗമല്ല, അവിടെ ഋജുത്വവും. ഇവിടെ ഭഗവാൻ ഇവളുടെ ശരീരത്തെ ഋജുവാക്കിയതോടുകൂടി എല്ലാം പ്രോപ്പറായി ബാലൻസ്ഡ് ആയി. ഇന്നത്തെ 2 വശവും ഒരേ മെട്രിക്സ്, സിമ്മെട്രിക്കൽ എന്ന് പറയും. സെയിം ആയിട്ടുള്ള മെട്രിക്സ് ആയി മാറി, തുല്യ അളവുകളായി മാറി, സുന്ദരിയായി മാറി. അതാണ് തഥാ ഋജു സമാനാംഗി ബൃഹത്ശ്രോണിപയോദര. ഇനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വേണ്ടതുപോലെ കൊടുത്തു ഭഗവാൻ. ശ്രോണി എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, അത് ബൃഹത്തായി. അത് വൈകല്യം കൊണ്ട് എവിടെയൊക്കെയോ പോയിരുന്നതായിട്ടുള്ള ശരീരത്തിന്റെ കൊഴുപ്പുകളെയൊക്കെ പ്രോപ്പർ പൊസിഷനിലേക്കാക്കി എന്നർത്ഥം.
അങ്ങനെ ബൃഹത്തായ ശ്രോണിയും പയോദരങ്ങളും ബൃഹത്ത്. പയോദരങ്ങൾ സ്തനങ്ങൾ. അപ്പോൾ ഒരു സ്ത്രീക്ക് സൗന്ദര്യത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഭഗവാൻ ഒത്ത് ശരിയാക്കി കൊടുത്തു എന്നർത്ഥം. ഇതാണ് ബൃഹത് ശ്രോണി പയോധര. അങ്ങനെ മുകുന്ദ സ്പർശനാത് സദ്യോ ബഭൂവ പ്രമദോത്തമ. മുകുന്ദ സ്പർശനാത്, മുകുന്ദന്റെ സ്മരണം തന്നെ മതി നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് മോക്ഷം കിട്ടാനായിക്കൊണ്ട്, അല്ലേ? നമ്മൾക്ക് നമ്മുടെ എല്ലാ വൈകല്യങ്ങളും തീർത്ത് എല്ലാ പരിമിതികളും തീർത്ത് മുക്തരായിത്തീരാൻ, പൂർണ്ണരായിത്തീരാൻ മുകുന്ദന്റെ സ്മരണ മതി. മുകുന്ദൻ എന്നാൽ മോക്ഷദാത, മുക്തിം ദദാതി. അപ്പൊ ആ മുകുന്ദനാണ് ഇവളുടെ വൈകല്യത്തിൽ നിന്ന് മുക്തി കൊടുക്കുന്നത്. ആ മുകുന്ദന്റെ സ്പർശനം കൊണ്ട് അവൾ എങ്ങനെയായി? സദ്യ, ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രമദോത്തമാ ബഭൂവ. പ്രമദോത്തമ നല്ല യൗവനയുക്തയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് മാറി. മിസ് മധുര, അല്ലേ? മധുരാപുരിയിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരിയായിട്ട് അവൾ മാറി എന്നർത്ഥം. എല്ലാവർക്കും, കണ്ടവർക്കൊക്കെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാവും. അത്ഭുതം, വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു പ്രഭാവം, പ്രാഗൽഭ്യം, ശക്തി, ഇതെല്ലാം ആളുകളെ വിസ്മയിപ്പിച്ച് ഭഗവാനോട് ബഹുമാനമുള്ളവരാക്കി തീർക്കുകയാണ്. എന്തെങ്കിലും കുറവുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. നേരിൽ കാണുകയാണ്. അവർക്കിപ്പോൾ ഇതുവരേക്ക് കേട്ട അനുഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വൃന്ദാവനത്തില് ഭഗവാൻ ചെയ്ത ലീലകളെ കുറിച്ചൊക്കെ ഇതുവരെ കേട്ട അറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ കേട്ടതിനെ പൂർണ്ണ വിശ്വാസമില്ല എല്ലാവർക്കും. എന്നാ അതാ പിടിച്ചോളൂ, നേരിട്ട് കണ്ടോളൂ, അനുഭവിച്ചോളൂ എന്ന മട്ടില് ഭഗവാൻ തന്റെ ഈ ഓരോരോ ലീലകളിലൂടെ, അല്ലേ, ആ രചകനെ വധിച്ചതിലൂടെയും മറ്റ് മാലാകാരനെയും വായകനെയും അനുഗ്രഹിച്ചതിലൂടെയും ഇപ്പതായി ത്രിവക്രയുടെ വക്രത തീർത്ത് അവളെ സുന്ദരിയാക്കിയതിലൂടെയും ആ മധുരാപുരവാസികൾക്ക് പൂർണ്ണ വിശ്വാസം ജനിപ്പിക്കുകയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ ഭഗവാന്റെ നേരെ എല്ലാവർക്കും ഭക്തി വളരുകയാണ്. അങ്ങനെ പ്രമദോത്തമയായി തീർന്നു അവള്. അങ്ങനെ ആയപ്പോഴോ തതോ രൂപഗുണൗദാര്യ സമ്പന്ന പ്രാഹ കേശവം ഉത്തരീയാന്തമാകൃഷ്യ സ്മയന്തി ജാതഹൃച്ഛയ. തതോ രൂപഗുണൗദാര്യ സമ്പന്ന പ്രാഹ കേശവം ഉത്തരീയാന്തമാകൃഷ്യ സ്മയന്തി ജാതഹൃച്ഛയ. തതഃ, അപ്പോൾ അനന്തരം രൂപഗുണ ഔദാര്യ സമ്പന്ന, അവൾക്ക് എല്ലാം സമ്പന്നമായി. ആ സ്ത്രീ, അവള് കുബ്ജ, രൂപം കൊണ്ട് സൗന്ദര്യമുള്ളവളും ഗുണങ്ങളെ കൊണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ ഒരു സ്ത്രീ ശരീരത്തിന് ആവശ്യമുണ്ടോ അതെല്ലാം, അതുപോലെ അവളുടെ മനസ്സിലും ഔദാര്യം എന്നുള്ള ഭാവം, വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്ഥിതി, അതെല്ലാം കൊണ്ട് സമ്പന്നയായിട്ടുള്ള സാ സ്മയന്തി, പുഞ്ചിരിക്കുന്നവളായിക്കൊണ്ട്, അവൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. അത് പ്രകടിപ്പിച്ചുകൊണ്ട് ജാതഹൃച്ഛയ, അവളുടെ ഉള്ളിൽ ഹൃച്ഛയം ജാതം. ഹൃച്ഛയം എന്ന് പറഞ്ഞാല് കാമം. അപ്പൊ അവളുടെ ഉള്ളില് ആ കാമപീഡ ഉണ്ടായി എന്നർത്ഥം. ഭഗവാനോട് അവൾക്ക് അനുരാഗം വർദ്ധിച്ചു. താനിപ്പോ സുന്ദരിയായതോടുകൂടി അർഹയുമായി. മറ്റത് അംഗവൈകല്യമുള്ളത് കൊണ്ട് ഒരു അപകർഷതാബോധം ഉണ്ടാവും, എനിക്ക് അർഹിക്കുന്നതല്ലോ എന്ന്. ഇപ്പൊ അവൾക്ക് സൗന്ദര്യം കൂടി തിരിച്ചു കിട്ടിയതോട് കൂടിയിട്ട് അവളുടെ ഉള്ളില് ഹൃച്ഛയം അഥവാ കാമം പ്രകടമാവുകയാണ്. അങ്ങനെ കാമത്തോടു കൂടിയിട്ട് ഹൃച്ഛയം ജനിച്ചവളായിട്ട് ഉത്തരീയാന്തം ആകൃഷ്യ കേശവം പ്രാഹ, ഭഗവാന്റെ ഉത്തരീയത്തിന്റെ അന്തം എന്താ പറയുക, ആകൃഷ്യ, ഭഗവാന്റെ ഉത്തരീയത്തിന്റെ തലപ്പത്ത് പിടിച്ചു വലിക്കുകയാണ്. പിടിച്ചു വലിച്ചുകൊണ്ട് കേശവം പ്രാഹ, കേശവനോട് ഇങ്ങനെ പറയുകയാണ്, ഭഗവാനോട് ഇങ്ങനെ പറയുകയാണെന്ന് ഉള്ള വാക്കുകൾ. ഇതിൽ നിന്നാണ് ഭഗവാന് ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമ സ്തോത്രത്തില് ഒരു നാമമുണ്ട്, കുബ്ജാകൃഷ്ടാംബരധരഃ. കുബ്ജ ആകൃഷ്ട അംബരധരഃ. അത് പല പുസ്തകങ്ങളിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് കുബ്ജാകൃഷ്ണ അംബരധരഃ എന്ന് കാണും. അവിടെ കുബ്ജ ആകൃഷ്ട അംബരധരഃ, കുബ്ജയാൽ ആകർഷിക്കപ്പെട്ട ആകൃഷ്ടമായ അംബരത്തെ ധരിച്ച ആ കൃഷ്ണ.
അപ്പൊ കുബ്ജ വസ്ത്രത്തിൽ പിടിച്ചു വലിക്കപ്പെട്ടവനാണ് കൃഷ്ണൻ എന്നർത്ഥം. കുബ്ജയെ മോഹിപ്പിച്ചവൻ എന്ന് താല്പര്യം, കുബ്ജയെ അനുഗ്രഹിച്ചവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാന്റെ ഉത്തരീയാന്തത്തെ പിടിച്ചു വലിച്ച് ചിരിച്ചുകൊണ്ട് മന്ദഹാസത്തോടുകൂടി ലജ്ജയോടുകൂടി അവൾ ഇങ്ങനെ പറഞ്ഞു: യേഹി വീര ഗൃഹം യാമോ നത്വാം തെക്തും ഇഹോത്സഹേ ത്വയോന്മദിത ചിത്തായാഃ പ്രസീദ പുരുഷർഷഭ. യേഹി വീര ഗൃഹം യാമോ നത്വാം തെക്തുമിഹോത്സഹേ ത്വയോന്മദിത ചിത്തായാഃ പ്രസീദ പുരുഷർഷഭ. ഭഗവാനെ വീരാ, ഭഗവാന്റെ വീര്യം, ശക്തി ഇപ്പൊ കണ്ടതാണ്, അനുഭവിച്ചതാണ്, താൻ അതിന് സാക്ഷിയാണ് അല്ലെ. യഹോവ സാക്ഷികൾ എന്തൊക്കെയോ കാണിക്കുന്നത് കാണാം. അതൊക്കെ വെറും തട്ടിപ്പാണ് അല്ലെ. ചില രോഗമുള്ളവരെ, നടക്കാൻ വയ്യാത്ത വീൽ ചെയറിൽ വന്നവരെയൊക്കെ ഓടിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം. അതൊക്കെ വെറും തട്ടിപ്പുകളാണ്. അതിനൊക്കെ നാടകം വേണ്ട പോലെ മുമ്പേ റിഹേഴ്സലൊക്കെ ചെയ്തു വന്നിരിക്കുന്നവരാണ്. അതിലൊന്നും സത്യമില്ല. അപ്പൊ എന്തായാലും ഇവിടെ ഭഗവാൻ ചെയ്തത് അനുഭവിച്ച, അതിന്റെ ഗുണം അനുഭവിക്കുന്ന ഭോക്താവാണ് ഇവിടെ ഈ കുബ്ജ. അപ്പോ അവള് വീര എന്ന് തന്നെ വിളിക്കേണ്ടത്. വീരൻ എന്നാൽ വീര്യം എന്നാൽ ശക്തിയാണ്. സർവശക്തനായ ഹേ ഭഗവാനെ, ഏഹി, ഏഹി എന്ന് പറഞ്ഞാൽ വരൂ, എന്റെ കൂടെ വരൂ. ഗൃഹം യാമഹ, നമുക്ക് ഗൃഹത്തിലേക്ക് പോകാം, എന്റെ ഗൃഹത്തിലേക്ക് വരൂ, ഗൃഹത്തെ പോകാം. ഹേ പുരുഷർഷഭ എന്നും വിളിക്കുന്നുണ്ട്. അല്ലയോ പുരുഷന്മാരിൽ വെച്ച് ഋഷഭനായ ശ്രേഷ്ഠനായവനെ, പുരുഷോത്തമ, ഗൃഹത്തിലേക്ക് പോകാം. ത്വാം ഇഹ തെക്തും ന ഉത്സഹേ, അങ്ങയെ ഇവിടെ വിട്ടേച്ച് പോകാൻ, ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ ഹൃദയം അങ്ങയിലേക്ക് ഒട്ടിയിരിക്കുന്നു, അങ്ങയോട് ചേർന്നിരിക്കുന്നു. അതിനെ പറിച്ചെടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അനുഗ്രഹിച്ചാലും ത്വാമിഹ തെക്തും ന ഉത്സഹേ ത്വയാ ഉന്മദിത ചിത്തായാഃ പ്രസീദ. ത്വയാ അങ്ങയാൽ ഉന്മദിത ചിത്തായാഃ മമ, അങ്ങയാൽ ഉന്മദിക്കപ്പെട്ട, ഇളക്കി മറിക്കപ്പെട്ട ആ ചിത്തമാണ് എന്റേത്. അങ്ങയുടെ നേരെ എന്റെ ചിത്തം കൊതിയോടുകൂടെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എന്റെ നേരെ പ്രസാദിച്ചാലും, എന്റെ ആഗ്രഹം സാധിച്ചു തന്നാലും, എന്റെ ഗൃഹത്തിലേക്ക് വന്ന് എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയെ വെടിയാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് അവൾ ഉള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞു. അവളുടെ ഋജുവാണ് അവളുടെ സ്വഭാവവും അല്ലേ. അവളുടെ ശരീരം ഇപ്പോൾ ഭഗവാൻ ഋജുവാക്കി. അതിനു മുമ്പേ തന്നെ അവളുടെ സ്വഭാവം ഋജുവാണ്. അതാണ് ഭഗവാൻ അവളെ സുന്ദരി, അങ്കനെ എന്നൊക്കെ വിളിച്ചതും. അപ്പൊ അവൾക്ക് ഉള്ളിൽ വൈകല്യങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഉള്ളത് സത്യസന്ധമായി പ്രകടിപ്പിക്കുന്നവളാണ്. അതുകൊണ്ട് അവൾക്ക് ഭഗവാനോട് തോന്നിയ മോഹം ഭഗവാനോട് കൃത്യമായിട്ട് അറിയിച്ചു. എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളത് അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, പ്രസാദിച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഏവം സ്ത്രീയായാച്യമാനഃ കൃഷ്ണോ രാമസ്യ പശ്യതഃ മുഖം വീക്ഷ്യാനുഗോപാനാം പ്രഹസൻ താമുവാചഃ. ഏവം സ്ത്രീയായാച്യമാനഃ കൃഷ്ണോ രാമസ്യ പശ്യതഃ മുഖം വീക്ഷ്യാനുഗോപാനാം പ്രഹസൻ താമുവാചഃ. ഏവം സ്ത്രീയാ യാച്യമാനഃ, ഇപ്രകാരം ആ സ്ത്രീയാൽ യാചിക്കപ്പെടുന്നവനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണ, ആ കൃഷ്ണൻ പശ്യതഃ രാമസ്യ, നോക്കി നിൽക്കുന്ന രാമനോടുകൂടി, അഥവാ രാമൻ നോക്കി നിൽക്കേ എന്നർത്ഥം. സപ്തമി അർത്ഥമാണ്, ഷഷ്ടി പ്രയോഗിച്ചിരിക്കുകയാണ്. രാമസ്യ പശ്യതഃ സദഃ, രാമൻ നോക്കി നിൽക്കേ, ബലരാമൻ നോക്കി നിൽക്കേ. അപ്പൊ ഏട്ടന്റെ മുമ്പിലാണ് അല്ലെ, തന്നെ ഒരു അതിക്രമമാണ് ഏട്ടൻ നിൽക്കുമ്പോൾ അനുജനെ ശൃംഗാരത്തോടുകൂടെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ രാമൻ നോക്കി നിൽക്കേ അനുഗോപാനാം മുഖം വീക്ഷ്യ, തന്നെ അനുഗമിക്കുന്ന ഗോപന്മാരുടെ, മറ്റു സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും മുഖത്തേക്ക് ഭഗവാൻ നോക്കി. രാമന്റെ മുഖത്തേക്കും നോക്കി, ഏട്ടനോടും നോക്കി. ഏട്ടാ നല്ല രസം അല്ലേ, നല്ല തമാശ അല്ലേ എന്ന മട്ടില് എല്ലാവരുടെ മുഖത്തേക്കും നോക്കി. വീക്ഷ്യ പ്രഹസൻ താമുവാച്ച്, ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു.
എന്തായാലും അവളെ നിരാശപ്പെടുത്തുന്നില്ല. തൽക്കാലം വരാൻ പറ്റില്ല എന്നേ ഭഗവാൻ പറയുന്നുള്ളൂ. യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ഭഗവാൻ ആര് തന്നെ എന്തിനു വേണ്ടി എപ്രകാരം ഭജിക്കുന്നുവോ അവരെ അപ്രകാരം തന്നെ അനുഗ്രഹിക്കുന്നതാണ് ഭഗവാന്റെ സ്വഭാവം. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഭജിച്ചവരെ നിരാശപ്പെടുത്തുകയൊന്നുമില്ല. അപ്പോ തൽക്കാലം ഇവരുടെയൊക്കെ മുഖം നോക്കിയിട്ട് ഇപ്പോ സന്ദർഭം അതിന് പറ്റിയതല്ല, വേറെ ബിസിയാണ്, പണികൾ ഒരുപാടുണ്ട്, അത് തീർത്തിട്ട് വരാമെന്ന മട്ടില് മറുപടി പറയാണ്. യേഷ്യാമി തേ ഗൃഹം സുബ്രൂഹു പുംസാം ആദിവികർശനം സാധിതാർത്ഥോ ഗൃഹാണാം നഹ പാന്ധാനാം തേ പരായണം. യേഷ്യാമി തേ ഗൃഹം സുബ്രൂഹു പുംസാം ആദിവികർശനം സാധിതാർത്ഥോ ഗൃഹാണാം നഹ പാന്ധാനാം തേ പരായണം. ഹേ സുബ്രൂ, നല്ല പുരികമുള്ള സുന്ദരി, നല്ല മുഖമുള്ളവളെ, നല്ല പുരികക്കൊടികളുള്ളവളെ സുബ്രൂ. സാധിതാർത്ഥ അഗൃഹാണാം പാന്ധാനാം നഹ പരായണം പുംസാം ആദിവികർശനം തേ ഗൃഹം ഏഷ്യാമി. തേ ഗൃഹം ഏഷ്യാമി, നിന്റെ ഗൃഹത്തിലേക്ക് വരും ഞാൻ. ഏഷ്യാമി എന്നുള്ളത് ഭാവിയിൽ ഞാൻ വരും എന്ന് പറയണം. തീർച്ചയായിട്ടും വരും. എന്ത് ചെയ്തിട്ട്? സാധിതാർത്ഥ, ഞാൻ വന്ന കാര്യം സാധിച്ചിട്ട്. അർത്ഥം, പ്രയോജനം, എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ഈ മധുരാപുരിയിൽ വന്നത് ആ കാര്യം സാധിച്ചിട്ട്. അപ്പൊ എന്താ കാര്യം? അതെനിക്കറിയാം, അതെല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല അല്ലേ. കംസനെ നിഗ്രഹിച്ച്, കംസന്റെ ഭൃത്യന്മാരായിട്ടുള്ളവരെയൊക്കെ നിഗ്രഹിച്ച്, ഉഗ്രസേന രാജാവിനെ മോചിപ്പിച്ച്, വസുദേവ ദേവകിമാരെ മോചിപ്പിച്ച്, രാജ്യത്ത് ധർമ്മം സ്ഥാപിച്ചതിന് ശേഷം, അതുപോലെ എനിക്കിനി വേറെയും ചില വേഷം കെട്ടലുകൾ കൂടിയുണ്ട്. ഉപനയനം എന്നുള്ളൊരു വേഷം കെട്ടുണ്ട്, അത് കഴിഞ്ഞ് ഗുരുകുലവാസം എന്ന് പറഞ്ഞൊരു വേഷം കെട്ടുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ചിട്ട് ഞാൻ വരാം. ഞാനൊരു യുവാവായിട്ട് തിരിച്ചു വരാം. അതാണ് ഇവിടെ സാധിതാർത്ഥ. അർത്ഥങ്ങളെല്ലാം സാധിച്ചവനായിട്ട്. ഇനി ഇവളെ കുറിച്ച്, ഇവളുടെ ഗൃഹം എങ്ങനെയുള്ളതാണ് എന്ന് പറയണം. അഗൃഹാണാം പാന്ധാനാം നഹ പരായണം പുംസാം ആദിവികർശനം തേ ഗൃഹം. അപ്പൊ ഒരു ഗണിക അഥവാ ഒരു വേശ്യാസ്ത്രീ, അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ടവളെ പോലെയാണ് ഈ സൈരന്ധ്രി. അപ്പൊ ഇപ്പോ അവൾക്ക് സൗന്ദര്യവും കൂടി കിട്ടി. അവളുടെ വംശത്തിലുള്ളവരും കൂടുതലും അങ്ങനെയുള്ളവരായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇതൊക്കെ അനുവദിച്ചിരിക്കുന്നത്? പണ്ട് രാജാക്കന്മാരുടെ കാലങ്ങളിൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ തെരുവുകളിലും എന്ന് പറഞ്ഞതുപോലെ വേശ്യാസ്ത്രീകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള വേശ്യാ തെരുവുകൾ ഉണ്ടാവും. അതെന്തിനാ? വിവാഹം നടക്കാതെ പോയവർ, വിവാഹം കഴിച്ച് ഭാര്യ മരിച്ചുപോയവർ, അല്ലെങ്കിൽ ഭാര്യമാർക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ട് വൈകല്യം സംഭവിച്ചവർ, അങ്ങനെ പല ആളുകൾക്കും ദാമ്പത്യ സുഖം അനുഭവിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അനുവദിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള വേശ്യാസ്ത്രീകളുമായിട്ടുള്ള യോഗം. അത് എന്താ പറയുക, രാജധർമ്മത്തില് അവരനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ രാജാവ് തന്നെ കൊടുക്കുകയും ചെയ്യും. അവരെ എന്താ പറയുക, ഒരു തരത്തിലും അനാവശ്യമായിട്ടൊന്നും ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. അവരുടെ സമ്മതത്തോടുകൂടി അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം കൊടുത്ത് അവരുടെ ഗൃഹത്തിൽ ചെന്ന് അവരെ പ്രാപിക്കാം. അപ്പൊ ആ കൂട്ടത്തിലാണ് ഇവിടെ പറയുന്നത് അഗൃഹാണാം. അഗൃഹന്മാരെന്നാൽ ഗൃഹമില്ലാത്തവരും, പാന്ധാനാം വഴി പോക്കരുമായിരിക്കുന്ന, എന്നാൽ സ്വന്തമായിട്ട് ഗൃഹമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരാവാം. അതല്ലെങ്കിൽ ദീർഘയാത്രകൾ പോകുന്നവരാകാം. വീട്ടിൽ നിന്ന് വിട്ട് മാസങ്ങളോളം കച്ചവടാവശ്യങ്ങൾക്കും മറ്റൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് വരുന്നവരാവാം. അപ്പൊ അവർക്കും ഈ ഒരു ആവശ്യം നിറവേറ്റാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതാണ് പാന്ധാനാം വഴിയെ സഞ്ചരിക്കുന്നവരും ആയിട്ടുള്ള നഹ പുംസാം
നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള പുരുഷന്മാർക്ക്, ഭഗവാൻ തന്നെയും ആ കൂട്ടത്തിൽ കൂട്ടി. നഹ പുംസാം, ഞങ്ങളെ പോലെയുള്ള പുരുഷന്മാർക്ക് പരായണം, ആശ്രയമായിരിക്കുന്നതും ആദിവികർശനം, അവരുടെ ഉള്ളിലുള്ള ആദിയെ എന്താ പറയുക, വികർശനം എന്ന് പറഞ്ഞാൽ കൃശമാക്കുന്നത്, വിശേഷേണ കൃശമാക്കുന്നത്, ആദിയെ ഇല്ലാതാക്കുന്നത്, ആദിയെ ക്ഷയിപ്പിക്കുന്നത്. അപ്പൊ അതൊരു കാമം എന്നുള്ളതൊരു ആദിയാണ്. അപ്പൊ ആ ഒരു ആദിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തേ ഗൃഹം, നിന്നെ പോലെയുള്ളവരുടെ ഗൃഹം. എന്താ പറയുക, ഗണികകൾ എന്ന് പറയുന്ന സൈരന്ധ്രിമാരുടെയൊക്കെ ദാസി സ്ത്രീകളുടെയൊക്കെ ഗൃഹം. അപ്പോൾ അതിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരാം. നിനക്ക് എന്നോട് അത്രയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ നിന്നെയും ഞാൻ അനുഗ്രഹിക്കാം. ഭഗവാന്റെ ഒരു ഉദാര മനസ്കത നോക്കൂ. മാധവനാണ്, മുമ്പേ പറഞ്ഞു, ലക്ഷ്മീപതിയാണ്. ലക്ഷ്മീപതിക്ക് വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ലക്ഷ്മീപതി തനിക്ക് വേണ്ടിയിട്ടല്ല അവളുടെ ഗൃഹത്തിലേക്ക് പിന്നീട് പോകുന്നത്. അവളുടെ പ്രാർത്ഥനയാണ്. തൻ്റെ ഈ ദേഹം, തൻ്റെ അംഗരാഗം അത് ഭഗവാനിലേക്കാണ് അവൾ സമർപ്പിക്കുന്നത്. അതിലൂടെ അവൾ ധന്യയാവുകയാണ്. അവളുടെ ജന്മം സഫലമായി. വെറുമൊരു സാധാരണ വേശ്യാസ്ത്രീയായിട്ടല്ല അവൾ കഴിച്ചുകൂടുന്നത്. തൻ്റെ ശരീരത്തെ ഭഗവാന് തന്നെ സമർപ്പിച്ച് ധന്യയാവുകയാണ്. അപ്പൊ അവളുടെ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അത് കേട്ട് പറയണ, ഞാൻ തീർച്ചയായിട്ടും വരും. ഏഷ്യാമി തേ ഗൃഹം, നിന്റെ ഗൃഹത്തിലേക്ക് ഞാൻ വരും. അപ്പൊ ആരെന്നെ ഏത് പ്രകാരത്തിൽ പ്രാർത്ഥിക്കുന്നുവോ, ആശ്രയിക്കുന്നുവോ, അവരെ ഞാൻ ആ പ്രകാരത്തിൽ അനുഗ്രഹിക്കും. ഏ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. നിരാശയുണ്ടാവരുത്. ഭഗവാനെ ഭജിച്ചവർക്കൊരിക്കലും നിരാശയുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ച്, അങ്ങനെ വിവാഹിതരല്ലാത്തവരോ എന്താ പറയുക, വൈധവ്യം സംഭവിച്ചവരോ അതുപോലെയുള്ള ഭാഗ്യഹീനന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് ആശ്രയമായിരിക്കുന്ന നിന്റെ ഗൃഹത്തിലേക്കും ഞാൻ വരാം. ഈ കഥയ്ക്ക് അനുബന്ധമായിട്ട് ഒരു പൂർവ കഥയുണ്ട്. ഈ കുബ്ജ പണ്ട് രാമാവതാരത്തിൽ ശൂർപ്പണകയായിരുന്നു. ശൂർപ്പണകയായിരുന്നപ്പോൾ രാമനെ കാമിച്ചു. പക്ഷെ അന്ന് ഏകപത്നി വ്രതക്കാരനായ രാമൻ അവളെ നിരസിച്ചു. അപ്പൊ അവളുടെ ഉള്ളിലുള്ള രാമനോടുള്ള ആഗ്രഹം തീർന്നിട്ടില്ല. അവൾ തന്നെയാണ് ഇപ്പോൾ കുബ്ജയായി വന്നതും ആ കുബ്ജയ്ക്ക് കൃഷ്ണരൂപത്തിൽ ഭഗവാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഒരു അനുബന്ധ കഥയുണ്ട്. എന്താവട്ടെ, ഭഗവാൻ തന്നെ ആശ്രയിക്കുന്ന ആരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണത്. വിസൃജ്യ മാദ്വ്യാവാണ്യാതാം വ്രജൻ മാർഗേ വണിക്പദൈഃ നാനോപായനതാംബൂലസ്രഗന്ധൈഃ സാഗ്രജോർച്ചിതഃ. വിസൃജ്യ മാദ്വ്യാവാണ്യാതാം വ്രജൻ മാർഗേ വണിക്പദൈഃ നാനോപായനതാംബൂലസ്രഗന്ധൈഃ സാഗ്രജോർച്ചിതഃ. അപ്പോ അവളെ ഭഗവാൻ യാത്ര പറഞ്ഞ് അയക്കുകയാണ്. മാധ്വ്യാവാണ്യാതാം വിസൃജ്യ. മാധ്വീവാണി, മാധ്വീ എന്ന് പറഞ്ഞാൽ മധുകൂറുന്നത്, തേനൊഴുകുന്നത്. അപ്പൊ മധുരമുള്ളതായിട്ടുള്ള വാണി കൊണ്ട്, വാക്കുകളെ കൊണ്ട് താം വിസൃജ്യ, അവളെ പറഞ്ഞു വിട്ടിട്ട് അവൾക്ക് പ്രോമിസ് കൊടുത്തു. അത് തന്നെയാണ് അവൾക്ക് സന്തോഷം ജനിക്കുന്ന മധുരമുള്ള വാക്കുകൾ. ഒരു മിനിറ്റ്. അപ്പൊ തന്റെ മധുരമായ വാക്കുകളെ കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചയച്ച് വിസൃജ്യ മാർഗേ സാഗ്രജ വ്രജന്, ഇനിയും മാർഗത്തിലൂടെ ഏട്ടനോടുകൂടി ഗമിക്കുകയാണ്. മധുരാപുരിയിലൂടെ ഗമിക്കുന്നവനായിട്ട് വണിപ്പദൈഹി നാനാ ഉപായന താംബൂല സ്രഗന്ധൈഹി അർച്ചിത. വണിപ്പദങ്ങൾ എന്ന് പറഞ്ഞാലോ കച്ചവട
മാർഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ വണിക്കുകളുടെ പന്ഥാനം, കച്ചവടക്കാർ സഞ്ചരിക്കുന്ന മാർഗം അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുള്ള മാർഗം, അവിടെയൊക്കെയുള്ള ആ കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ എന്ത് കച്ചവടമാണോ അവർ ചെയ്യുന്നത് അതിൽ ഭഗവാന് സമർപ്പിക്കാൻ യോഗ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ അവർ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കുന്നു. അതാണ് നാനാ ഉപായനങ്ങൾ, സമ്മാനങ്ങൾ, ഉപഹാരങ്ങൾ. താമ്പൂല സ്രഗന്ധൈഹി, താമ്പൂലം, വെറ്റിലടയ്ക്ക മുതലായതും എല്ലാം ബഹുമാനാർത്ഥമായിട്ട്. സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലകള്, ഗന്ധം എന്ന് പറഞ്ഞാൽ ചന്ദനാദി സുഗന്ധദ്രവ്യങ്ങള്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ എന്ത് സാധനമാണോ കച്ചവടം ചെയ്യുന്നത് അതൊക്കെ പ്രതീകാത്മകമായി അവരുടെ പ്രേമം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്നു വഴിനീളെ. അങ്ങനെ എല്ലാവരുടെയും ഉപഹാരങ്ങളും സൽക്കാരങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാന്റെ ആ യാത്ര തുടരുകയാണ്. തദ്ദർശന സ്മരക്ഷോഭാത് ആത്മാനം നാവിദൻ സ്ത്രിയഃ വിസ്രസ്തവാസ കബരവലയാലേഖ്യമൂർത്തയഃ. തദ്ദർശന സ്മരക്ഷോഭാത് ആത്മാനം നാവിദൻ സ്ത്രിയഃ വിസ്രസ്തവാസ കബരവലയാലേഖ്യമൂർത്തയഃ. അപ്പൊ വഴിനീളെ കാണുന്നവരായ ആ പുരവാസികൾ, അവരിൽ സ്ത്രീകളൊക്കെ ഉണ്ട്, ധാരാളം സ്ത്രീകളുണ്ട്. അവരൊക്കെ എങ്ങനെയായി ഭവിച്ചു എന്ന് പറയുന്നത് തദ്ദർശന സ്മരക്ഷോഭാത്. തദ്ദർശനം, ആ ഭഗവാനെ ദർശിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സ്മരൻ ക്ഷോഭിക്കും. ആരാ സ്മരൻ? കാമൻ. എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നവനാണ് കാമൻ. അപ്പൊ ഉള്ളിലിരുന്നു കൊണ്ട് കാമൻ അവരുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുകയാണ്, ഇളക്കുകയാണ്. അപ്പൊ ഉള്ളിൽ വല്ലാത്ത ക്ഷോഭമുണ്ടാക്കുന്നുണ്ട് കാമൻ. അങ്ങനെ ഭഗവാനെ ദർശിക്കുമ്പോഴുള്ള മന്മത ക്ഷോഭത്തോടുകൂടിയ സ്ത്രീയ, ആ സ്ത്രീകൾ ആത്മാനം നാവിദൻ, അവരുടെ ദേഹത്തെക്കുറിച്ച് നാവിദൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്വയം വിസ്മരിച്ചുകൊണ്ട് അവരെന്താണ് ചേഷ്ടിക്കുന്നത് എന്നൊന്നും അവർക്ക് അറിയില്ല. അവരൊരു തരം ഉന്മാദഭാവത്തിലായിരുന്നു. എല്ലാം മറന്നുകൊണ്ട് ദേഹാഭിമാനമില്ലാതെ അവരെല്ലാം ഭഗവാനെ കാണുകയാണ്. അതാണ് അവിടെ പറയുന്നു വിസ്രസ്തവാസക്കബരവലയാഹ. അവരുടെ ഉടുത്തിരിക്കുന്ന വാസസ്, കബരം തലമുടി, വലയങ്ങൾ, കൈവളകളും മറ്റുമൊക്കെ അതൊക്കെ വിസ്രസ്തം. വിസ്രസ്തം വിശേഷേണ സ്രസ്തം, ശ്രംസിക്കുകയാണ് എന്നുവെച്ചാലോ അഴിഞ്ഞു വീഴുകയാണ്, ഒഴുകി വീഴുകയാണ്. അപ്പോ അവരുടെ വസ്ത്രം കിഴിഞ്ഞു പോകുന്നുണ്ട്. നാവിദൻ അറിഞ്ഞില്ല, അവർക്ക് ദേഹാഭിമാനമില്ല. അപ്പൊ ഈ ഭഗവാനെ കാണാനുള്ള വ്യഗ്രതയില് അവരുടെ ഉള്ളിലുള്ള കാമ ആ ക്ഷോഭം കൊണ്ടാണ് അവർ മെലിയുന്നുണ്ട്. കാമപീഡ അനുഭവിക്കുമ്പോൾ ഒരു തരം കൃശത വരും ശരീരത്തിന്. അപ്പൊ അവരുടെ ശരീരം കൃശമാകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണത്. അവരെല്ലാം പെട്ടെന്ന് തന്നെ മെലിയുകയാണ് ഭഗവാനെ കണ്ടുള്ള കാമപീഡ കൊണ്ട്. അങ്ങനെ അവരുടെ വസ്ത്രം കിഴിഞ്ഞു വീഴുന്നു, തലമുടി അഴിഞ്ഞു വീഴുന്നു. അതാണ് കബരം, വാസസ്, കബരം, വലയം. വലയം എന്ന് പറഞ്ഞാൽ വളകളും മറ്റുമൊക്കെ, അതുമൊക്കെ ലൂസായി, കൈയൊക്കെ മെലിഞ്ഞപ്പോ അതുമൊക്കെ അഴിഞ്ഞു വീഴുന്നുണ്ട്. ഇതൊന്നും അവർ അറിയുന്നില്ല. അവര് ലേഖ്യമൂർത്തയ, ചിലര് ലേഖ്യമൂർത്തയ. ലേഖ്യം എന്ന് പറഞ്ഞാൽ ലേഖനം ചെയ്യപ്പെട്ടത്, ചിത്രം വരച്ചത്. ചിത്രം വരയ്ക്കപ്പെട്ട മൂർത്തികളെ പോലെ എന്ന് പറഞ്ഞാൽ നല്ല ചിത്രങ്ങൾ പോലെ, അല്ലെ, ചുവർ ചിത്രങ്ങൾ പോലെ അവര് നിശ്ചലരായ ഭാവത്തില് സ്തബ്ധരായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയവരായി ഭഗവാനെ കണ്ടുകൊണ്ട് പരവശരായി നിൽക്കുന്ന, ദേഹാഭിമാനം വെടിഞ്ഞ് അവരുടെ വസ്ത്രം കിഴിഞ്ഞു പോകുന്നതോ തലമുടി അഴിയുന്നതോ കൈവളകൾ ഊരിപ്പോകുന്നതോ ഒന്നും അറിയാതെ എന്തെന്നില്ലാത്തൊരവസ്ഥയില്, ഒരു ഉന്മാദാവസ്ഥയില് അവരങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇതാ ഭഗവാൻ ധനുർയാഗശാലയിലേക്ക് അവിടെയുള്ള ആളുകളോട് വഴി ചോദിച്ച് അവിടേക്ക് പോകുന്നതും അവിടെ ചെന്ന് ചില അതിക്രമങ്ങൾ കാണിക്കുന്നതുമാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് വൈകുന്നേരവും നാളെയും ക്ലാസ്സുകളില്ല. നമ്മുടെ ചോറ്റാനിക്കരയിലെ ബോധാനന്ദ സേവാ സൊസൈറ്റി,
നമ്മുടെ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികളുടെയും ബോധാനന്ദ സരസ്വതി സ്വാമികളുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയൊരു കെട്ടിടം ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ പിന്നിലായിട്ട് പണിയുന്നുണ്ട്. പണിത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിലൊരു ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ, ശ്രീചക്ര പ്രതിഷ്ഠ നാളെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ അങ്ങോട്ട് പോകണം. പല പ്രാവശ്യം അവിടെ നിന്നുള്ള പലരും വിളിച്ചു, ഇപ്പോൾ പോകാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നാളെ ചോറ്റാനിക്കരയാണ്, വൈകുന്നേരം തിരിച്ചു വരും. അവിടെ ചോറ്റാനിക്കര, എറണാകുളം, തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വന്നോളൂ, ആ പരിപാടിയിൽ പങ്കെടുക്കാം. രാവിലെ നേരത്തെ ഹോമങ്ങൾ, കലശങ്ങൾ ഒക്കെ ഉണ്ട്. 10:30 മുഖ്യ ചടങ്ങ്, പ്രതിഷ്ഠ. തന്ത്രിമാരുണ്ട്, സ്വാമിമാരുണ്ട്, കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഓ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ചോറ്റാനിക്കര എവിടെയെന്ന് ചോദിക്കുന്നു. അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടില്ലേ, വടക്ക് ഭാഗത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ മംഗല്യ ഓഡിറ്റോറിയം, അങ്ങനെ ഒരു വലിയ ഓഡിറ്റോറിയത്തുണ്ട്, അതിൻ്റെ പുറകിലായിട്ട്. ഹരി ഓം. എറണാകുളത്തുകാർക്കൊക്കെ വരാം. എല്ലാവർക്കും ശുഭദിനം. മറ്റന്നാൾ ക്ലാസ് തുടരാം. 10-ാം തീയതി അല്ല 9-ാം തീയതി, നാളെ 9, മറ്റന്നാൾ 10. ഹരി ഓം.